ഹലോ മച്ചമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ ഇന്ത്യൻ. വളരെ ഒറ്റപ്പെട്ട് കിടക്കുന്ന വളരെ ദുരൂഹമായിട്ടുള്ള ഒരു ഗ്രാമം. അവിടെ വലിയൊരു കരിമ്പിൻ തോട്ടം ഉണ്ട് കേട്ടോ. അതിന്റെ ഒത്ത നടുവിലായിട്ട് ഒരു വീടും. എങ്ങാനും ആ കരിമ്പിൻ തോട്ടത്തിലേക്ക് ആരെങ്കിലും പോയി കഴിഞ്ഞാൽ വഴിതെറ്റി പോകും. ഈ കരിമ്പിൻ തോട്ടത്തിലേക്ക് ഗർഭിണികളെ മാത്രം വശീകരിച്ചു കൊണ്ടുപോകുന്ന ഒരു ആത്മാവുണ്ട്. ഗർഭിണികളുടെ വയറ്റിൽ കിടക്കുന്ന ആ കുഞ്ഞിനെ അവൾക്ക് വേണം. എന്തിനാണ് ശരിക്കും ആ ആത്മാവ് ഇതൊക്കെ ചെയ്യുന്നത്? ഇത്രയും പ്രശ്നങ്ങളുള്ള ആ ഗ്രാമത്തിലേക്ക്, അല്ലെങ്കിൽ ആ വലിയ കരിമ്പിൻ തോട്ടത്തിന്റെ നടുവിലുള്ള ആ പഴയ വീട്ടിലേക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയാതെ നമ്മുടെ കഥാനായിക സാക്ഷിയും അവളുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള ഹേമന്തും പോവുകയാണ്. പിന്നീട് സാക്ഷിക്ക് നേരിടേണ്ടി വന്നത് അവൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു. എന്തായിരുന്നു അത്? നേരെ കഥയിലേക്ക് പോയി തന്നെ ആ കാര്യങ്ങൾ നമുക്ക് കേട്ട് മനസ്സിലാക്കാം. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ ഇന്ത്യൻ. സിനിമയുടെ ആരംഭത്തിൽ ഒരു വലിയ കരിമ്പിൻ തോട്ടം കാണിക്കുകയാണ്. ആ തോട്ടത്തിലൂടെ ഒരു പെൺകുട്ടി വല്ലാത്തൊരു ഭയത്തോടു കൂടി പിന്തിരിഞ്ഞ് നോക്കിക്കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഒരു പെൺകുട്ടി അവള് ഗർഭിണിയാണ്. എന്നാൽ ഇങ്ങനെ ഓടുന്ന സമയത്ത് കാല് തിങ്ങി അവള് വീഴുകയാണ്. ഇതേ നേരം തന്നെ അവളുടെ അരികിലേക്ക് ആരൊരാൾ വന്നിട്ട് ഒരു കത്തി അവൾക്ക് നേരെ നീട്ടിയിട്ട്, വേഗം എനിക്ക് എന്റെ അനിയത്തിയുമായിട്ട് കളിക്കണം, ആ കുഞ്ഞിനെ പുറത്തേക്ക് എടുത്ത് താന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടിയുടേതുപോലെയുള്ള ശബ്ദം കേൾക്കുകയാണ്. ഇത് കണ്ട് ഭയന്ന് നിൽക്കുന്ന ആ സ്ത്രീ ഉണ്ടല്ലോ, ഗർഭിണിയായിട്ടുള്ള ആ സ്ത്രീ മറ്റെന്തോ കണ്ട് വീണ്ടും ഭയന്നു പോയി. ആ കത്തി കൊണ്ട് സ്വയം വയറ് കയറിയ ഒരു കുഞ്ഞിനെ പുറത്തേക്ക് എടുക്കുകയാണ്. ഇവിടെയാണ് പടത്തിന്റെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്, ചോരി. ഇതിനുശേഷം നേരെ പോകുന്നത് സിറ്റിയിലേക്കാണ്. അവിടെയാണ് നമ്മുടെ കഥാനായികയായിട്ടുള്ള സാക്ഷി ഉള്ളത്. അവളും ഇപ്പോഴൊരു ഗർഭിണിയാണ് കേട്ടോ. മാത്രമല്ല, ഈ കുഞ്ഞുങ്ങളോട് സാക്ഷിക്ക് ഭയങ്കര സ്നേഹമാണ്. എപ്പോ കുഞ്ഞുങ്ങളെ കണ്ടാലും അവരെ വല്ലാതെ കെയർ ചെയ്യാനുള്ളത്. ഇപ്പൊ തന്നെ അവളുള്ളത് ഒരു അനാഥാലയത്തിലാണ്. അവിടുത്തെ കുഞ്ഞുങ്ങളെ നോക്കാനും അവരെ ശുശ്രൂഷിക്കാനൊക്കെ വന്നിരിക്കുകയാണ്. ഇതേ നേരത്ത് സാക്ഷിയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള ഹേമന്ത് അങ്ങോട്ടേക്ക് വരികയാണ്. ഹേമന്ത് ചെറിയ രീതിയിൽ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് എന്ന് പറഞ്ഞാൽ സാക്ഷി അത്രയും നല്ല രീതിയിൽ ഹേമന്ത് നോക്കും. ഇതേ നേരം തന്നെ ഈ അനാഥാലയത്തിന്റെ പുറത്ത് ഒരു വണ്ടിയിൽ കുറച്ച് ആൾക്കാർ നിന്ന് ഒരു വല്ലാത്ത രീതിയിൽ ഹേമന്തിനെ നോക്കുകയാണ് കേട്ടോ. അവരെ കണ്ട പാടെ തന്നെ ഹേമന്തിന് മുഖത്ത് ചെറിയൊരു ഭയം വന്നതായിട്ട് സാക്ഷി കാണുന്നുണ്ട്. ഈ ഭയം, അല്ലെങ്കിൽ അവൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് മറഞ്ഞിരിക്കാൻ ശ്രമിക്കുന്നത് ഇവരുടെ കാറിലെ ഡ്രൈവർ കുറച്ച് പ്രായമുള്ള ആളാണ്. കജലയും കാണുന്നുണ്ട്. എന്തായാലും പിന്നീട് സാക്ഷിയും ഹേമന്തിനെയും കൂടി ഇയാൾ നേരെ അവരുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഇവർ പിന്നീട് കാറിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഈ കജല ഉണ്ടല്ലോ, ജനിക്കാൻ പോകുന്ന ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് ഈ സാക്ഷിക്കും ഹേമന്തിന്റെയും കയ്യിലായിട്ട് ഏൽപ്പിക്കുകയാണ്. കാരണം ഈ കജല ഇവരുടെ വിവാഹം നടത്തി കൊടുക്കാനായിട്ട് അത്യാവശ്യം റിസ്ക് എടുത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഒരു ഡ്രൈവർ എന്ന രീതിയിലല്ല, നല്ലൊരു അറ്റാച്ച്മെന്റ് സാക്ഷിക്കും ഹേമന്തിനും ഈ ഒരു പ്രായമായിട്ടുള്ള ആളോട് ഉണ്ട് കേട്ടോ. അങ്ങനെ അന്നേ ദിവസം രാത്രി ആയിട്ടുണ്ട്. ഇപ്പൊ സാക്ഷി നോക്കുമ്പോൾ ഇതിക്കോ ചില ബഹളങ്ങൾ താഴെ വെച്ചിട്ട്, മറ്റൊന്നുമല്ല ഹേമന്തിന്റെ നിലവിളിയാണ്. താഴേക്ക് ചെന്ന് നോക്കുമ്പോൾ കുറച്ച് ഗുണ്ടകൾ അവനെ മർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ കണ്ടില്ലേ ആ ഒരു ടീംസ് തന്നെ. ഇവരുടെ കയ്യിൽ നിന്ന് ബിസിനസ് ചെയ്യാൻ വേണ്ടി ഹേമന്ത് ഒരുപാട് കാശ് മേടിച്ചിരിക്കുക. ബട്ട് ഹേമന്തിന്റെ പാർട്ട്ണർ അവന് ചതിച്ച ആ ഒരു കാശ് കൊണ്ട് മുങ്ങിയിട്ടുണ്ട്. ഇത് കരുതി ഈ പലിശക്കാരെ അവന് വെറുതെ വിടുമോ? അവസാനത്തെ വാണിയും കൊടുത്ത് 24 മണിക്കൂറിന്റെ ഉള്ളിൽ ആ ഒരു കാശ് വന്നിട്ടില്ലെങ്കിൽ ഹേമന്തിനെയും സാക്ഷിയും അവരുടെ വയറ്റിൽ ആ ഒരു കുഞ്ഞിനെയും തീയിട്ട് കൊല്ലുന്നു ഭീഷണിപ്പെടുത്തിയിട്ടാണ് ആ രാത്രി ഇവര് പോകുന്നത്. ആകെ ഭയന്നു പോയ സാക്ഷി വേഗം തന്നെ മറ്റേ ആ ഒരു ഡ്രൈവർ ഉണ്ടല്ലോ കജില, ഇയാളെ വിളിച്ച് കാര്യങ്ങൾ പറയാണ്. അപ്പൊ തന്നെ കജില പറയുന്നുണ്ട്, മക്കളെ ഇനി ഈ നാട്ടിൽ നിൽക്കണ്ട, അറ്റ്ലീസ്റ്റ് നീ പ്രസവിക്കുന്ന വരെയെങ്കിലും ഈ ഒരു നാട്ടിൽ നിന്ന് മാറി നിൽക്കണം. എനിക്കറിയുന്നൊരു സ്ഥലമുണ്ട്, എന്റെ ഗ്രാമം തന്നെയാ, ഒരു ഉൾഗ്രാമമാണ്, കുറച്ച് വീടുകളെ അവിടെ ഉള്ളൂ, നിങ്ങൾ അങ്ങോട്ടേക്ക് വന്നു. എന്തായാലും ഇവിടുന്ന് ഒരാളും അങ്ങോട്ടേക്ക് തെരഞ്ഞു വരാൻ പോകുന്നില്ല. അങ്ങനെ ആ രാത്രിയിൽ തന്നെ സാക്ഷി ഹേമന്ത് രണ്ടുപേരെയും കൂട്ടിയിട്ട് കജില അയാളുടെ ഗ്രാമത്തിലേക്ക് പോവുകയാണ്. കുറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം കജിലയുടെ ആ ഒരു ഉൾഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവരിപ്പോ വന്നു നിൽക്കുന്നത് വലിയൊരു വയലിന്റെ മുന്നിലാണ്. ആ വയലിൽ നിറയെ കരിമ്പ് കൃഷിയായിരുന്നു കേട്ടോ. അതായത് കഥയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ട ഒരു വലിയ കരിമ്പിൻ തോട്ടം ഉണ്ടല്ലോ, അത് തന്നെ. എന്തായാലും ഒരു ഘട്ടത്തിൽ കാറ് നിർത്തിയിട്ട് കജില പറയാണ്, ഇനി നമുക്ക് അങ്ങോട്ടേക്ക് വണ്ടിയിൽ പോകാൻ പറ്റില്ല, ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാം, നിങ്ങൾ വേണമെങ്കിൽ ഇതിലൂടെ പൊയ്ക്കാന്ന് പറഞ്ഞിട്ട് രണ്ടുപേർക്കും ഒരു വഴി കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ കരിമ്പിൻ തോട്ടത്തിന്റെ ഇടയിലൂടെ ഒരു വഴിയാണ്. അങ്ങനെ ഹേമന്തും സാക്ഷിയും രണ്ടുപേരും കൂടെ ആ ഒരു വഴിയിലൂടെ മുന്നോട്ടേക്ക് അങ്ങനെ പോവുകയാണ്. കുറെ ദൂരം ഇങ്ങനെ നടക്കുകയല്ലാതെ ആ ഒരു ഖജില പറഞ്ഞ ആ ഒരു വീട്ടിലേക്ക് എത്താൻ പറ്റുന്നില്ല. അങ്ങനെ കുറെ ദൂരം ഇവരങ്ങനെ മുന്നോട്ടേക്ക് പോയ സമയത്ത് ഇതുപോലുള്ള വയലൊക്കെ വെക്കുന്ന പാവകളുണ്ടല്ലോ, അതുപോലെ ഒരു പാവയെ ഇവർ രണ്ടുപേരും കാണുന്നുണ്ട്. എന്തായാലും ഗർഭിണിയായിട്ടുള്ള സാക്ഷിയും കൊണ്ട് വഴി അറിയാതെ ഒരുപാട് നടക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഹേമന്ത് സാക്ഷി അവിടെ ഇരുത്താണ്, ഞാൻ പോയി നോക്കിയിട്ട് വരാം, എന്നിട്ട് ഞാൻ കൂട്ടാൻ വരാമെന്ന് പറയണം. ഓക്കെ എന്ന് പറഞ്ഞിട്ട് സാക്ഷി ഇപ്പൊ അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ സമയം ഇങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. പോയി 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 ഇപ്പൊ രാത്രി ആയിട്ടുണ്ട്. സാക്ഷിയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഇരുട്ടാണ്. അവളാകെ പേടിച്ചു പോയി, ഹേമന്തിനെ കാണാനുമില്ല. അതുകൊണ്ട് തന്നെ അവൻ പോയ ആ ഒരു വഴിയിലൂടെ ഇപ്പൊ സാക്ഷിയും കുറച്ചു നേരം അങ്ങനെ നടന്നു പോകും. ഒരു ചെറിയ വീട് കാണുന്നുണ്ട്, ഒരു അരണ്ട വിളിച്ചു. അവിടെ തന്നെ ഒരു സ്ത്രീയും കാണുകയാണ്. അവരെ കണ്ട് പെട്ടെന്ന് സാക്ഷി ഒന്ന് ഭയന്നു പോകുന്നുണ്ട്. ഇതേ നേരം തന്നെ അങ്ങോട്ടേക്ക് ഹേമന്ത് വരികയാണ്. ഹേമന്തിനെ കണ്ട പാടിനെ വല്ലാതെ പേടിച്ചു പോയ സാക്ഷി ഇപ്പൊ പറയാണ്, ഹേമന്ത് നീ എവിടെയായിരുന്നു? ഇപ്പൊ ഹേമന്ത് പറയാണ്, ഞാൻ ഇപ്പോഴേ വീട് കണ്ടുപിടിച്ചത്, നിന്നെയും തെരഞ്ഞ് ഞാൻ അങ്ങോട്ടേക്ക് വന്നു നോക്കിയപ്പോൾ അവിടെ നീയില്ലായിരുന്നു, ഞാനപ്പോൾ അതിലൂടെ നിന്നെ തപ്പി നടക്കായിരുന്നു. എന്തായാലും ഇത് തന്നെയാണ് നമ്മൾ തേടി വന്ന വീട്. പിന്നെ ഈ നിൽക്കുന്ന സ്ത്രീ അത് നമ്മുടെ കജലയുടെ ഭാര്യയാണ് കേട്ടോ, ഭാനുദേവി. എന്തായാലും ഭാനുദേവി ഇവരെ രണ്ടുപേരെയും വീടിന്റെ ഉള്ളിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പൊ തന്നെ കജലയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇതിനുശേഷം ഭാനുദേവി ഈ കജലയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ ഹേമന്തിനും കഴിക്കാനായിട്ട് ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. എന്നാൽ സാക്ഷിക്ക് കൊടുക്കുന്നില്ല. ഇതെന്താ നമുക്ക് കഴിക്കാൻ ഭക്ഷണമൊന്നും ഇല്ലെന്ന് ചോദിക്കുമ്പോൾ ഈ ഭാനുദേവി പറയണ, അതല്ല, ആണുങ്ങൾ ആദ്യം കഴിക്കട്ടെ, അതാണ് അതിന്റെ ഒരു മര്യാദ, ഇതിനുശേഷം സ്ത്രീകൾ കഴിച്ചാൽ മതി. ഇത് കേട്ടപ്പോൾ
കേട്ടപ്പോൾ സാക്ഷിക്ക് ഉള്ളിൽ ചിരി വരികയാണ് കേട്ടോ. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ആരെങ്കിലും നോക്കോ? സിറ്റിയിലൊക്കെ ഈ കാര്യം ആരും നോക്കാൻ പോകുന്നില്ല. എന്നാൽ ഇതൊരു ഉൾഗ്രാമ പ്രദേശമല്ലേ, ഇവിടുത്തെ ആൾക്കാർക്ക് അങ്ങനെ ഓരോ ചട്ടങ്ങൾ ഉണ്ടാവും. എന്തായാലും ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഹേമന്തും കജലയും കൂടെ പുറത്തേക്ക് പോയിട്ട് ഓരോ സൊറ പറഞ്ഞിരിക്കുകയാണ്. ഇതേ നേരം തന്നെ നമ്മുടെ സാക്ഷി ഈ ഭാനുദേവിയോട് ചോദിക്കുന്നുണ്ട്, അല്ല ഈ വീടിന്റെ അപ്പുറത്തായിട്ട് ഒരു പഴയ എന്തോ കത്തിയതുപോലെ ഒരു വീട് കാണുന്നുണ്ട്, അത് ആരുടേതാണെന്ന് ചോദിച്ചപ്പോൾ ഭാനുദേവി പറയാണ്, എന്റെ ഹസ്ബൻഡ് ഉണ്ടല്ലോ കജില, അദ്ദേഹത്തിന്റെ അനിയന്റെ വീടാണത്. അവരിപ്പോ അവിടെ താമസമൊന്നുമില്ല. അവർ പോയതോട് കൂടിയിട്ട് ഈ വീട്ടിൽ നിന്ന് ഞങ്ങളും പോയി. ഞങ്ങളിപ്പോ ഞങ്ങളുടെ ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. ഇതിപ്പോ നിങ്ങൾ വന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ ഈ ഒരു വീട്ടിലേക്ക് വന്നത് തന്നെ. അല്ല ഈ കജിലയുടെ അനിയൻ എങ്ങോട്ടാ പോയതെന്ന് ചോദിച്ചപ്പോൾ അയാൾ മരിച്ചുപോയി എന്ന് പറയണം. അത് കേട്ടപ്പോൾ സാക്ഷിക്ക് പാവം തോന്നുന്നുണ്ട്. എന്തായാലും ഇതിനുശേഷം നല്ല രീതിയിൽ തന്നെ സാക്ഷിയെ ഈ ഒരു ഭാനുദേവി നോക്കുന്നുണ്ട് കേട്ടോ. ഒരു പഴയ ചിന്താഗതിയുള്ള സ്ത്രീയാണെങ്കിലും നല്ല രീതിയിൽ തന്നെ സാക്ഷിയെ നോക്കുന്നുണ്ട്. അവൾ നല്ല ഹാപ്പി ആവുകയാണ്. അതുപോലെ ഹേമന്തിനോട് പറയാണ്, സ്വന്തം ചേച്ചിയെ പോലെ ഞാൻ ഇവിടെ നോക്കിക്കോളാം, നീ യാതൊരു രീതിയിലും പേടിക്കണ്ട. എന്തായാലും ഈ ഒരു രാത്രിയിൽ നിങ്ങൾ ഇവിടെ നിന്നാട്ടോ, ഞങ്ങൾ നാളെ രാവിലെ വരാന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോവാണ്. പിറ്റേ ദിവസം രാവിലെ ആയിട്ട് സാക്ഷി നോക്കുമ്പോൾ ഹേമന്തിന് തൊട്ടടുത്ത് കാണാനില്ല. പുറത്ത് നോക്കിയപ്പോൾ പുറത്ത് ഹേമന്തും ഉണ്ട്, അതുപോലെ തന്നെ ഭാനുദേവിയുണ്ട്. ഈ ഹേമന്ത് അടി കൊണ്ട് ഒരുപാട് മുറിവൊക്കെ ആയിട്ടുണ്ടല്ലോ, അതിലൊക്കെ ഭാനുദേവി മരുന്ന് വെച്ച് കെട്ടിക്കൊടുക്കുകയാണ്. ഇപ്പൊ പതിയെ സാക്ഷിയും പുറത്തേക്ക് വരുന്നുണ്ട്. ഇതേ നേരം തന്നെ കജൽ അങ്ങോട്ടേക്ക് വരികയാണ്. ഇതേ സമയത്ത് ഹേമന്തിന്റെ ആ ഒരു മുറിവും കാര്യങ്ങളൊക്കെ കെട്ടിക്കഴിഞ്ഞായിരുന്നു. കജല പറയാണ്, നമ്മുടെ ഗ്രാമക്കൊന്ന് കാണണ്ടേ, വാ നമുക്കൊന്ന് നടന്നിട്ട് വരാന്ന് പറഞ്ഞിട്ട് കജല ഹേമന്തിനെയും കൂട്ടി അവിടുന്ന് പോവാണ്. എന്നാൽ അവൻ പോയി കഴിഞ്ഞപ്പോൾ സാക്ഷിക്ക് എന്തോ പോലെ ആവുകയാണ്. ഇപ്പൊ ഭാനുദേവി ചോദിക്കുകയാണ്, എന്താണ് കെട്ടിയവൻ പോയപ്പോ ഒരു വിഷമം പോലെ? ഒന്നുമില്ല ചേച്ചി, എനിക്കും അതുപോലെ ഒന്ന് ചുറ്റി നടന്ന് കാണാൻ പറ്റൂ ഈ തോട്ടൊക്കെ. ഇപ്പൊ ഭാനുദേവി പറയാണ്, നിന്നെ ഞാൻ മറ്റൊരു ദിവസം കാണിക്കാം, ഇപ്പൊ പോയി നന്നായിട്ടൊന്ന് കുളിച്ച് വൃത്തിയായിട്ട് വാ, എനിക്ക് കുറച്ച് പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് ഭാനുദേവി ഓരോ പണികൾ ചെയ്യാൻ നിൽക്കുകയാണ്. ഇതേ നേരം സാക്ഷി ആ ഒരു വീടിന്റെ ചുറ്റുഭാഗന് നടന്നങ്ങനെ നോക്കുമ്പോൾ ഇതിന്റെ വാതിൽ ജനൽ ഈ ഭാഗങ്ങളൊക്കെ കത്തി എന്താ പറയാ ഒരുമാതിരി കറുത്ത് കിടക്കുകയാണ്, തീ പിടിച്ചതുപോലെ. അതായത് ഈ ഒരു ഗജലയുടെ അനിയൻ ഉപയോഗിച്ചിരുന്ന വീടാണ്. എന്തായാലും അതിന്റെ ആ ഒരു വാതിൽ തുറന്നുകൊണ്ട് ഉള്ളിലേക്ക് പോയപ്പോൾ ഏകദേശം പല ഭാഗത്തും തീ പിടിച്ചതായിട്ട്, അല്ലെങ്കിൽ തീ പിടിച്ച് നശിച്ചതുപോലെ ഇപ്പോൾ സാക്ഷി കാണുകയാണ്. അതുപോലെ അതിന്റെ ഉള്ളിൽ വല്ലാത്തൊരു ദുർഗന്ധവും. അവൾക്ക് അധികം നേരം അതിന്റെ ഉള്ളിൽ നിൽക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അവൾ ചുമ്മാ ഒരു കരിമ്പന്തോട്ടത്തിന്റെ ഉള്ളിലേക്ക് ചെറുതായിട്ടൊന്ന് നടക്കുകയാണ്. എന്നാൽ വഴിതെറ്റി പോവാതിരിക്കാനായിട്ട് ഓരോ ഓലയുടെ തുമ്പത്തായിട്ട് അവൾ ഓരോ കെട്ടിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ പതിയെ മുന്നോട്ടേക്ക് പോയപ്പോൾ ഒരു കിണർ കാണുന്നുണ്ട്. ആ കിണറിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ വലിയൊരു ഉണങ്ങിയ മരവും. ഒരാശ്ചര്യം കാരണം ആ ഒരു കിണറിലേക്ക് പതിയെ അവൾ എത്തി നോക്കാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് ആരോ ഒരാൾ വന്നിട്ട് അവളെ പേടിപ്പിക്കുകയാണ്. ഞെട്ടിപ്പോയി നോക്കുമ്പോൾ ഹേമന്തായിരുന്നു. ഇപ്പൊ സാക്ഷിക്ക് ദേഷ്യം വരികയാണ്, ഹേമന്തേ നിന്റെ കളി കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. എന്തായാലും പിന്നീട് ഓരോ തമാശകളൊക്കെ പറഞ്ഞ് രണ്ടുപേരും വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. ഇപ്പൊ രാത്രി ആയിട്ടുണ്ട്. ഹേമന്തിനാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ആശയക്കുഴപ്പം. എന്താ ചെയ്യുക, ഇവിടെ തന്നെ ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ പലിശക്കാർക്ക് കൊടുക്കേണ്ട ആ ഒരു കാശ് അത് അറേഞ്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. എങ്ങനെയെങ്കിലും ഒരു 2-3 ദിവസം പോയിട്ട് സിറ്റിയിൽ നിന്നാലേ ആ ഒരു കാശ് അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. എന്തപ്പോ ചെയ്യാ, പോണല്ലോ. ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ സാക്ഷിക്ക് ഭയങ്കരമായിട്ട് വിഷമമാവാണ്. അതായത് ഹേമന്ത് ഇല്ലാതെ ഇവിടെ എങ്ങനെയാ നിൽക്കുക. അപ്പൊ ആ ഒരു സങ്കടത്തിൽ സാക്ഷി ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് നമ്മുടെ ഭാനുദേവി പറയണം, മോളെന്തിനാ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, ഞാൻ മോക്ക് വേണ്ടിയിട്ട് നല്ലൊരു അടിപൊളി കഥ പറഞ്ഞുതരാം. ഒരു ഗ്രാമം, ആ ഗ്രാമത്തില് ഒരു പഴയ വലിയ മരം ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള വലിയ മരമായിരുന്നു. അതിന്റെ മുകളിലായിട്ട് ഒരു കാക്ക കൂട് കെട്ടി അതിന്റെ കുഞ്ഞുങ്ങളുമായിട്ട് സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു. ആ സമയത്താണ് ആ മരത്തിന്റെ അരിയിലേക്ക് ഒരു വലിയ വിഷപ്പാമ്പ് വരുന്നത്. അതിന്റെ ആ ഒരു വിഷം കാരണം പതിയെ പതിയെ ഈ മരത്തിൽ നിന്നും അതിന്റെ ഇലകളും കായ്ക്കളും എല്ലാം കൊഴിഞ്ഞു വീഴാൻ തുടങ്ങി. അതുപോലെ തന്നെ കാക്ക പിന്നീട് ഇടുന്ന ഓരോ മുട്ടയും ആ പാമ്പ് വന്ന് കഴിക്കാൻ തുടങ്ങി. കാക്കയ്ക്ക് ഈ ഒരു കാര്യം സഹിക്കാൻ പറ്റുന്നായിരുന്നില്ല. പക്ഷെ അവൾക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ മരത്തിലേക്ക് ഒരു കുരുവി വന്ന് കൂടുകൂട്ടി. അവളും ഇതുപോലെ അവളുടെ കൂടയിൽ മുട്ടയിട്ട് തുടങ്ങി. എന്നാൽ കാക്ക എന്ത് ചെയ്തെന്നറിയോ, അതിലൊരു മുട്ടയെടുത്ത് ഈ കാക്ക മുട്ടയിട്ടതുപോലെ അവിടെ വെച്ചു. എന്നിട്ട് കാക്കയുടെ മുട്ട മറ്റൊരു സ്ഥലത്ത് മറിച്ചു വെക്കുകയും ചെയ്തു. എന്നാൽ കാക്കയുടെ മുട്ടയാണെന്ന് കരുതിയിട്ട് പാമ്പ് വന്ന് ആ ഒരു മുട്ട എടുത്തുകൊണ്ട് പോവുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ കാക്കയുടെ മുട്ട മറ്റൊരു സ്ഥലത്ത് സേഫായിട്ട് തന്നെ അവൾ ഒളിപ്പിച്ചു വെച്ചായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ ഒരു മുട്ട വിരിയാണ്. കാക്കയ്ക്ക് അവളുടെ ഒരു കുഞ്ഞിനെ തിരിച്ചു കിട്ടുകയും ചെയ്തു. അവളിപ്പോ സന്തോഷവതിയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു ഗർഭിണിയാണല്ലോ നമ്മുടെ സാക്ഷി, ഒരു കുഞ്ഞിന്റെ അമ്മയാവാൻ പോവല്ലേ. അതുകൊണ്ട് തന്നെ ആ ഒരു കഥ അവളെ വല്ലാതെ ടച്ച് ചെയ്യാണ്. അവൾ അറിയാതെ കരഞ്ഞു പോവാണ്. ഭാനുദേവിയാണെങ്കിൽ ആ ഒരു കണ്ണുനീരൊക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്തിനാണ് ഇങ്ങനെ ഒരു കഥ ഇപ്പൊ സാക്ഷിയോട് ഭാനുദേവി പറഞ്ഞു കൊടുത്തത് അറിയില്ല. എന്തായാലും ഇതിനുശേഷം ഈ സാക്ഷിയെ നന്നായിട്ട് തന്നെ ഭാനുദേവി നോക്കുകയാണ്. ഒരുപാട് തമാശകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മുടി ചീവി കൊടുക്കുന്നുണ്ട്, അവൾ എല്ലാത്തിനും സഹായിക്കുകയാണ്. കയ്യിൽ നല്ല മൈലാഞ്ചി കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. എല്ലാം കൂടി ആയപ്പോൾ സാക്ഷിക്ക് ഭാനുദേവിയെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവുന്നുണ്ട്. ഇനിയിപ്പോ എന്ത് വന്നാലും ഹേമന്തിനേക്കാൾ നന്നായിട്ട് ഭാനുദേവി നോക്കിക്കോളും എന്നുള്ളൊരു വിശ്വാസം അവൾക്ക് വന്നു. അതുകൊണ്ട് തന്നെ ഹേമന്തിന്റെ അടുത്തേക്ക് സാക്ഷി ചെന്നിട്ട് പറയണം, നീ പേടിക്കൊന്നും വേണ്ട കേട്ടോ, അവരെന്നെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട്, ധൈര്യമായിട്ട് നീ പോയിട്ട് വാ, കാശും കാര്യങ്ങളൊക്കെ വേഗം അറേഞ്ച് ചെയ്യാട്ടോ. ഇതും പറഞ്ഞ് സാക്ഷി ഇപ്പോൾ ഹേമന്തിനെ യാത്രയാക്കുകയാണ്. അങ്ങനെ ആ ഒരു വീട്ടിലിപ്പോ സാക്ഷി ഒറ്റയ്ക്കാണല്ലോ. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ സാക്ഷി പുറത്തുനിന്ന് ഒരു ഒച്ച കേട്ട് പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് ചെറിയ വിറകും കാര്യങ്ങളൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ടുകൊണ്ട് അവൾ പുറത്തേക്ക് പോയി അവരോടൊന്ന് ചിരിക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ ഭയങ്കര രൂക്ഷഭാവത്തിലാണ് ഈ സ്ത്രീ ഇരിക്കുന്നത്. അതുപോലെ അവരുടെ വയറിന്റെ ഭാഗത്തായിട്ട് നീളത്തിൽ ഒരു മുറിവ് കാണുകയാണ്. അതായത് കഥയുടെ ആരംഭത്തിൽ നമ്മളൊരു സ്ത്രീയെ കണ്ടായിരുന്നല്ലോ, എന്തോ അതിനെ കണ്ട് ഭയന്ന് സ്വന്തം വയറ് കയറിയ ഒരു സ്ത്രീ. ആ സ്ത്രീ മരണപ്പെട്ടിട്ടില്ല, എന്നാൽ കുഞ്ഞിന് നഷ്ടമായി എന്നാ തോന്നുന്നത്. എന്തായാലും ഇതേ നേരത്ത് തന്നെ അങ്ങോട്ടേക്ക് ഭാനുദേവി വരുന്നുണ്ട്. മോൾ എന്തിനാ പുറത്തേക്ക് വന്നത്, വാ ഉള്ളിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് പിന്നീട് സാക്ഷിയും കൂട്ടിയിട്ട് ഉള്ളിലേക്ക്
ഉള്ളിലേക്ക് പോവാണ്. അല്ല ഭാനു ചേച്ചി, അതാരാണ് പുറത്തിരിക്കുന്നത്? വല്ലാത്തൊരു രൂക്ഷഭാവത്തിൽ എന്നെ നോക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് വല്ലാത്ത സങ്കടത്തിൽ ഭാനുദേവി പറയണം, അത് മറ്റാരുമല്ല, എന്റെ മകന്റെ ഭാര്യയാണ്, മരുമകളാണ്. അല്ല, അവർക്ക് എന്താ സംഭവിച്ചത്? അവരെന്താ ഇങ്ങനെ പെരുമാറുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഭാനുദേവി ഒരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ, അതായത് എന്റെ മകന്റെയും ഈ പെൺകുട്ടി, അവളുടെ പേര് റാണി എന്നാണ്, രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞു. അധികം വൈകാതെ അവൾ ഗർഭിണിയായി. എന്നാൽ ഈ കരിമ്പങ്കാടുണ്ടല്ലോ, ഇതിനൊരു പ്രശ്നമുണ്ട്. ഈ ഗർഭിണിയായിട്ടുള്ള സ്ത്രീകൾ എപ്പോഴും ഇതിന്റെ ഉൾഭാഗത്തേക്ക് പോവാതിരിക്കാൻ ശ്രമിക്കണം. ചില ശക്തികളുണ്ട്. ഞാൻ പലതവണ അവളോട് പറഞ്ഞതാണ് അങ്ങനെ പോകരുതെന്ന്. എന്നാൽ എന്തെന്നറിയില്ല, ചിലപ്പോൾ ആ ഒരു ശക്തി തന്നെ അവളെ വശീകരിച്ച് കൊണ്ടുപോയതായിരിക്കണം. എന്തോ അങ്ങനെ എന്തെങ്കിലും ശക്തി ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയില്ല. എന്തായാലും കാട്ടിലേക്ക് പോയ എന്റെ മരുമകള് റാണി കാല് തന്നെ വീണു. അവളുടെ വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞ് മരിച്ചുപോയി. അവളുടെ വയറ് കയറിയാണ് പിന്നെ ആ ഒരു കുഞ്ഞിനെ പുറത്തേക്ക് എടുത്തത് തന്നെ. അതിനുശേഷം എപ്പോഴും ഈ റാണി ഇങ്ങനെയാണ്, ആരോടൊന്നും മിണ്ടില്ല, ഒരു വല്ലാത്ത രൂക്ഷഭാവമാണ് എപ്പോഴും. പിന്നെ അതിൽ വല്ലാതെ മനസ്സ് നൊന്തുപോയ എന്റെ മകനാണെങ്കിൽ ഈ വീട് വിട്ട് ഞങ്ങളുടെ ഗ്രാമം വിട്ടേ പോയി. ഇപ്പൊ നഗരത്തിൽ എവിടെയാണ് താമസം. കുറെ നാളായി ഇങ്ങോട്ടേക്കൊക്കെ വന്നിട്ട് ആ ഒരു കുഞ്ഞ് മരിച്ചുപോയത് അവന് തീരെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ലായിരുന്നു. ഇതും പറഞ്ഞ് ഭാനുദേവി നേരെ നോക്കുന്നത് സാക്ഷിയുടെ വയറ്റിലേക്കാണ്. ആ ഒരു കുഞ്ഞിനെയാണ്, അതായത് മകന്റെ കുഞ്ഞിനെ കിട്ടിയില്ല, ഈ ഒരു കുഞ്ഞിനെ മകന്റെ കുഞ്ഞിനെ പോലെയാണ് ഇപ്പോ ഈ ഭാനുദേവി നോക്കുന്നത് തന്നെ. എന്തായാലും ഇപ്പൊ രാത്രിയായി. ഈ റാണിയെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടാക്കി കൊടുക്കണമല്ലോ, ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല, ഈ ഭാനുദേവി തന്നെ കൊണ്ടാക്കി കൊടുക്കണം. അതുകൊണ്ട് സാക്ഷിയോട് പറയണ, മോള് പുറത്തേക്കൊന്നും പോകാൻ നിൽക്കരുത്, ഞാൻ വേഗം പോയിട്ട് വേഗം വരാം. ഇതേ സമയം പുറത്തുണ്ടായിരുന്ന റാണിയാണെങ്കിൽ ഈ വാതിലിന്റെ അവിടെ ഒരു ചങ്ങല അങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. ഇതിലടിച്ചിങ്ങനെ ഒച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വേഗം വാന്ന് എന്ന് വിളിക്കുകയാണ്. അങ്ങനെ പുറത്തേക്ക് പോയപ്പോൾ ഭാനുദേവി റാണിയോട് പറയുന്നുണ്ട്, നിനക്ക് കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ലേ, എന്തൊരു ധൃതിയാ നിനക്ക്. അങ്ങനെ ഓരോന്ന് പിറുപിറുത്തുകൊണ്ട് ഭാനുദേവി ഇപ്പൊ റാണിയും കൂട്ടിയിട്ട് അവിടെ നിന്ന് പോവാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ സാക്ഷി അവൾ വീട്ടിൽ ഒറ്റയ്ക്കാണല്ലോ. പുറത്തുനിന്ന് ഇതുപോലെ ചങ്ങല തട്ടുന്ന ഒരു ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് പോയി നോക്കുകയാണ്. ഇനിയിപ്പോൾ ആരെങ്കിലും വന്നിട്ടുണ്ടാവോ എന്ന് കരുതിയിട്ട്. എന്നാൽ പോയി നോക്കിയപ്പോൾ അവിടെ ഒരു കുട്ടിയെ കാണുകയാണ്. കുട്ടിയെ കണ്ട പാടിന് അവൾക്ക് ഭയങ്കര സന്തോഷമാണ്. വാ മോനെ, നീ എന്താ അവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ ആ ഒരു കുട്ടി അവിടെ കാണാനില്ല. പകരം ആ ഒരു കുട്ടി ഉള്ളിലേക്ക് വന്നിരിക്കുകയാണ്. ഈ പിള്ളേരുടെ ഒരു കാര്യം, നിക്കട ചക്ക അവിടെ എന്ന് പറഞ്ഞിട്ട് സാക്ഷി ഇപ്പോൾ വീട്ടിന്റെ ഉള്ളിലേക്ക് പോവാണ്. എന്നാൽ പോയി നോക്കുന്ന സ്ഥലത്തൊന്നും ഈ കുട്ടികളെ കാണാനില്ല. എന്നാൽ അവൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് അവളുടെ മുന്നിലൂടെ ആ ഒരു ചെക്കന്മാര് പാഞ്ഞു പോവാണ്. അവൾ വല്ലാണ്ട് ഭയന്നു പോയി. എന്നാൽ ഇതിനുശേഷം ആ ചങ്ങല അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കുന്ന ശബ്ദം സാക്ഷി കേൾക്കുന്നുണ്ട്. ഒരു പരിധി കഴിഞ്ഞപ്പോൾ പേടിച്ചു പോകണം അവള്. അതുപോലെ തന്നെ അവൾക്ക് ആ ഒരു ഒച്ച കേട്ട് സഹിക്കാനും പറ്റുന്നില്ല. ഒന്ന് നിർത്തുവോ പിള്ളേരെ എന്ന് പറയാണ്. അങ്ങനെ ആ ഒരു പിള്ളേര് ആ ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നത് നിർത്തിയിട്ട് അവിടെ നിന്ന് ഓടിപ്പോവാണ്. അവരുടെ പിന്നാലെ സാക്ഷിയും പോകുന്നുണ്ട്. വീടിന്റെ അരികിലൂടെ ഇരുട്ടാണ്. ആ ഭാഗത്തേക്ക് സാക്ഷി പോകാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഭാനുദേവി എത്തിയിട്ടുണ്ട് കേട്ടോ. മോളെ, നീ എന്തിനാ ഇരുട്ടത്തേക്ക് വന്നത്? വേഗം ഉള്ളിലേക്ക് വന്നു പറഞ്ഞിട്ട് ഭാനുദേവി വീടിന്റെ ഉള്ളിലേക്ക് പോയിട്ട് അതിന്റെ ജനലും വാതിലും എല്ലാം അടക്കുകയാണ്. അല്ലാമേ, ഞാൻ പുറത്ത് 2-3 കുട്ടികളെ കണ്ടു, ഞാൻ അവരുടെ പിന്നാലെ പോയതാണ്. കുട്ടികളോ? മോളെ, ഒരു കാരണവശാലും അവരുടെ പിന്നാലെ പോകരുത്. ഇത് സിറ്റിയിലെ പിള്ളേരെ പോലെയല്ല, ഗ്രാമത്തിലെ പിള്ളേരാണ്. വല്ലാത്ത വകളി പിടിച്ച കുരുത്തങ്കട്ട ജാതികളാണ്. ഇതെല്ലാം കേട്ടപ്പോൾ സാക്ഷിക്ക് എന്തോ പോലെ ആവുന്നുണ്ട്. ഭാനുദേവി ചേച്ചി, നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? അത് കുട്ടികളല്ലേ, അവർ വന്ന ഇനിയും ഞാൻ അവരുടെ കൂടെ പോകുന്നവരാണ്. ഇതേ സമയത്ത് തന്നെ ഭാനുദേവിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. റാണിക്ക് എന്താ സംഭവിച്ചതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലേ, ആ ഗതി നിനക്ക് വരണോ? വരണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കേട്ടോ, രാത്രിയിലൊന്നും അങ്ങോട്ടേക്ക് പോവാനേ നിൽക്കരുത്. കുറച്ച് രൂക്ഷമായിട്ടാ പറയുന്നത്. സാക്ഷിക്ക് എന്തോ ഒരു വിഷമം പോലെ ആവാണ്. അതായത് ഇത്രയും ദിവസം നല്ല രീതിയിൽ മോളെന്ന് വിളിച്ച് സംസാരിച്ച് ഭാനുദേവി ഇപ്പൊ ഒന്ന് ചൂടായപ്പോൾ സാക്ഷിക്ക് നല്ല സങ്കടമായി. അവള് പോയിട്ട് കിടക്കുകയാണ് കേട്ടോ. കുറെ നേരം കഴിഞ്ഞു. അർദ്ധരാത്രിയായപ്പോൾ സാക്ഷി പെട്ടെന്ന് ഉറക്കം ഞെട്ടി നോക്കുമ്പോൾ തൊട്ടടുത്ത് ഭാനുദേവി ചേച്ചി ഇല്ലായിരുന്നു. അവർ ആ ഒരു റൂമിന്റെ മൂലക്ക് ചെന്നിരുന്ന് എന്തോ കണ്ട് ഭയന്നതുപോലെ അങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പൊ സാക്ഷി, എന്താ ചേച്ചി, എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല മോളെ, എനിക്ക് ഉറക്കം വരുന്നില്ല, മോൾ ഉറങ്ങിക്കോ എന്ന് പറയണം. ഈ ഒരു രീതിയിൽ ഭാനുദേവി ചേച്ചി ഇങ്ങനെ പെരുമാറിയപ്പോൾ സാക്ഷിക്കും എന്തോ പോലെ ആവുന്നുണ്ട്. പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആവാണ്. ഇപ്പൊ സാക്ഷി കണ്ണാടിയിൽ നോക്കി നിൽക്കുമ്പോൾ അവളുടെ പിന്നിൽ ആ ഒരു റാണി ഉണ്ടല്ലോ, അതായത് ഭാനുദേവിയുടെ മരുമകള്, ആ പെണ്ണങ്ങനെ വന്ന് നിൽക്കുന്നത് കണ്ണാടിയിലൂടെ സാക്ഷി കാണുന്നുണ്ട്. അതായത് റാണിക്ക് എന്തൊരു കാര്യം സാക്ഷിയോട് പറയാണ്ട്. എന്നാൽ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഭാനുദേവി വന്നപ്പോൾ റാണി പെട്ടെന്ന് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി പോവാണ്. ഇതിനുശേഷം സാക്ഷി വീണ്ടും അതിലൂടെ അങ്ങനെ നടക്കുന്ന സമയത്ത് ഈ പിള്ളേരുടെ ശബ്ദം വീണ്ടും കേൾക്കുകയാണ്. ഒരു മതിലിന് പിന്നിലിരുന്നുകൊണ്ട് 3 പേരും പറയുന്നുണ്ട്, ചേച്ചി ഞാൻ കുളിച്ച് കളിക്കാം, ഞങ്ങളെ പിടിക്കാൻ വരുമോ? ഇതും പറഞ്ഞ് പിള്ളേർ ഒറ്റ ഓട്ടോടാണ് ആ ഒരു പഴയ വീട്ടിന്റെ അടുത്തേക്ക്. അതിന്റെ ആ ഒരു വാതിലിന്റെ അവിടെ തന്നെ ഒരു ടേപ്പ് റെക്കോർഡ് ഇപ്പോൾ സാക്ഷി കാണുന്നുണ്ട് കേട്ടോ. പതി അതെടുത്ത് അവളെ പ്ലേ ചെയ്ത് നോക്കുമ്പോൾ ചെറിയ പഴയ പാട്ട്, ഒരമ്മ പിള്ളേർക്ക് വേണ്ടി പാടിക്കൊടുക്കുന്ന ഒരു പാട്ടായിരുന്നു. എന്തായാലും അത് കേട്ടുകൊണ്ട് വീട്ടിന്റെ ഉള്ളിലേക്ക് പോയപ്പോൾ ആ 3 പിള്ളേരും അവരുടെ കൂടെ ഒരുമാതിരി കത്തിക്കരിഞ്ഞ രീതിയിലുള്ള ഒരു ശവശരീരവും അവിടെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് നമ്മളെ കാണുന്നുള്ളൂ, സാക്ഷി ആ ഒരു കാര്യം കാണുന്നില്ല കേട്ടോ. എന്തായാലും പിള്ളേരെ കാണാതെ ആ ഒരു വീട്ടിന്റെ ഉള്ളിൽ നിന്നും അവൾ പുറത്തേക്ക് വന്നപ്പോൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഭാനുദേവി വരികയാണ്. നീ എന്തിനാ ഈ വീട്ടിന്റെ ഉള്ളിൽ പോയത്? ഈ ടേപ്പ് റെക്കോർഡ് എവിടെന്നാ കിട്ടിയത്? ഇപ്പൊ സാക്ഷി പറയണേ, ഇത് ആ ഒരു പിള്ളേര് വെച്ചാ തോന്നുന്നു. ഏത് പിള്ളേര്? ആ 3 പിള്ളേരോ? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ മോളെ, അവരുമായിട്ട് ഒരു ബന്ധവും വേണ്ട, കളിക്കാൻ നിൽക്കരുതെന്ന്. മോളെ, എനിക്ക് നിന്നോട് ഭയങ്കരമായിട്ട് ഒരു സ്നേഹമുണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവരുടെ കൂടെ കളിക്കരുത് എന്ന് പിന്നെയും ഇങ്ങനെ പറയുന്നേ. മോൾ അതൊന്നും മനസ്സിലാക്കുന്ന് പറഞ്ഞിട്ട് ഭാനുദേവി ഭയങ്കര ദേഷ്യത്തില് ആ ടേപ്പ് റെക്കോർഡ് എടുത്ത് ആ ഒരു തോട്ടത്തിലേക്ക് ഒരു എറ്റേറ് കൊടുക്കുകയാണ്. ഇത് കണ്ടപ്പോൾ സാക്ഷിക്കും ചെറുതായിട്ടൊന്ന് ദേഷ്യം വരുന്നുണ്ട്. അവള് പറയാണ്, നിങ്ങൾ എന്നോട് സ്നേഹം അഭിനയിക്കുകയാണ്, നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം അത് നിങ്ങൾ റാണിയോട് കാണിക്കുന്നതാണ്. ഒരു പരിക്കൻ സ്വഭാവമാണ് നിങ്ങളുടേത്, നിങ്ങൾ ശരിക്കും അഭിനയിക്കുകയാണ് എന്നോടുള്ള സ്നേഹം പോലെ. ഇപ്പൊ ഭാനുദേവി പറയാണ്, മോളെ, ഞാൻ ഈ കാണിക്കുന്ന സ്നേഹം അത് അഭിനയമാണോ അല്ലെങ്കിൽ അതൊരു സത്യമാണോ എന്ന് പോകെ നിനക്ക് മനസ്സിലായിക്കോളും. അതുപോലെ തന്നെ നിന്റെ വയറ് കണ്ടാ അറിയാം നിനക്ക് ജനിക്കാൻ പോകുന്നത് ഒരു പെൺകുട്ടിയാണ്. അതെങ്ങനെയാ നിങ്ങൾക്ക് ഇത്ര കൃത്യമായിട്ട്
കൃത്യമായിട്ട് അറിയാമെന്ന് സാക്ഷി ചോദിക്കുകയാണ്. അപ്പോൾ ഈ ഭാനുദേവി പറയുന്നുണ്ട്, മോളെ ഒരു പെണ്ണ് ഗർഭിണിയായിരിക്കുമ്പോൾ അവളുടെ ആ ഒരു നടത്തം, അവളുടെ ചില ശീലങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാവും നിന്റെ വയറ്റിൽ ഏത് കുഞ്ഞാണെന്ന്. ഉറപ്പായിട്ടും ഇതൊരു പെൺകുഞ്ഞാണ്. പക്ഷേ ജനിക്കുന്ന ഒരു പെൺകുഞ്ഞാണെങ്കിൽ ഉറപ്പായിട്ടും അത് മനസ്സിലാക്കുന്ന നിന്റെ ഭർത്താവ് ഹേമന്ത് ആ ഒരു കുഞ്ഞിനെ കൊന്നുകളയും. അവനതിന് ഇഷ്ടമുള്ള ഒരു സാധ്യതയില്ല. ഇത് കേട്ട് ഭയങ്കരമായിട്ട് സാക്ഷിക്ക് ദേഷ്യം വരുന്നുണ്ട്. ചേച്ചി, നിങ്ങൾ എന്നെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട്, എല്ലാം സത്യമാണ്. പക്ഷെ ഇമാതിരി വൃത്തികേട് പറയാൻ നിൽക്കരുത് കേട്ടോ. ഹേമന്ത് അങ്ങനെ ഒരാളെയല്ല. നിങ്ങളുടെ കാലത്ത് അങ്ങനെ ഉണ്ടായിരിക്കും, പെൺകുട്ടികളെ കൊന്നുകളയുന്ന തന്തമാരൊക്കെ. പക്ഷേ ഞങ്ങൾ സിറ്റിയിൽ ജീവിക്കുന്നവരാണ്, മോഡേൺ ചിന്താഗതിയുള്ള ആൾക്കാരാണ്. എന്തായാലും ഭാനുദേവി അങ്ങനെ പറഞ്ഞപ്പോൾ വല്ലാണ്ട് നിരാശയായി പോവാണ് സാക്ഷി ഇപ്പോൾ. പിന്നീട് ഭാനുദേവിയോട് അധിക നേരമൊന്നും അവൾ സംസാരിക്കാൻ നിന്നില്ല കേട്ടോ. അങ്ങനെ രാത്രിയായപ്പോൾ ഹേമന്ത് അവന്റെ കുറച്ചിടപാടും കാര്യങ്ങളൊക്കെ തീർത്ത് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. സാക്ഷി നോക്കുമ്പോൾ പുറത്തേക്ക് ഉണ്ടായിരുന്ന ഭാനുദേവിയോട് ഹേമന്ത് എന്തൊക്കെയോ സംസാരിച്ചിരിക്കണം. അവള് വേഗം പുറത്തേക്ക് വന്നു ഹേമന്ത് ഒന്നുള്ളിലേക്ക് വാന്ന് പറയണം. അവളുടെ മുഖവും അല്ലെങ്കിൽ അവളുടെ ആ ഒരു പെരുമാറ്റമൊക്കെ കണ്ടപ്പോൾ തന്നെ ഹേമന്തിന് ഒരു കാര്യം മനസ്സിലായി. അവള് നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. എന്താ സാക്ഷി പറ്റിയത്? ഇപ്പൊ സാക്ഷി പറയണ, ഹേമന്ത് എനിക്കറിയില്ല, ഈ ചേച്ചി തുടക്കത്തിലൊക്കെ നല്ല രീതിയിലായിരുന്നു, ഇപ്പൊ എന്തോ ഒരു ഭയങ്കര വ്യത്യസ്തമായിട്ട് എനിക്കെന്തോ വല്ലാത്ത പേടി വന്നു. നമ്മുടെ കുഞ്ഞിനെ അവർ എടുക്കുമെന്നൊക്കെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് വാ, നമുക്ക് ഇവിടെ നിൽക്കണ്ട, ഈ രാത്രിയിൽ തന്നെ പോവാന്ന് പറയണം. ഓക്കെ, എന്തായാലും നിനക്ക് അങ്ങനെ പേടിയുണ്ടെങ്കിൽ ഇവിടെ നിൽക്കണ്ട, നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് സാക്ഷിയും കൂട്ടി ആ രാത്രിയിൽ തന്നെ ഹേമന്ത് നേരെ ആ ഒരു വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്. എന്നാൽ അപ്പോൾ തന്നെ ഇവരുടെ പിന്നാലെ വന്ന കജലയുണ്ടല്ലോ, ആ ഒരു ഡ്രൈവർ, ഇയാൾ ഒരു കല്ല് വെച്ച് ഹേമന്തിന്റെ തലക്കടിച്ച് അവനെ ബോധം കെടുത്തുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്ന ഈ ഭാനുദേവി സാക്ഷിയെ ഒരു തുണി കൊണ്ട് മുഖം പൊത്തിക്കൊണ്ട് അവരെ മറ്റൊരു റൂമിലേക്ക് കൊണ്ടുപോവാണ്. പിന്നീട് എങ്ങനെയൊക്കെയോ ചെറുതായിട്ട് സാക്ഷിക്ക് ബോധവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബോധം എന്ന് പറഞ്ഞാൽ ഒരു അബോധാവസ്ഥ, എഴുന്നേറ്റ് നിൽക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല. എന്നാൽ കണ്ണിങ്ങനെ പതിയെ തുറന്നു നോക്കും, ചുറ്റുള്ള കാര്യങ്ങൾ കാണാനൊക്കെ പറ്റുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ സാക്ഷി നോക്കുമ്പോൾ എന്തൊക്കെയോ ഹോമകുണ്ടവും അതിന്റെ ചുറ്റും ഇരുന്ന് പൂജ ചെയ്യുന്ന കുറച്ച് സ്വാമിമാരും അവിടെ നിൽക്കുന്ന ഈ ഒരു ഭാനുദേവി ചേച്ചിയും കജലയും ഇവരൊക്കെ കാണുകയാണ്. അങ്ങനെ ആ ഒരു പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സാക്ഷി ഇപ്പൊ നേരെ അവളുടെ റൂമിൽ ആ ഒരു ബെഡിൽ കൊണ്ടുവന്ന് കിടത്തിയിട്ട് അവളുടെ കൈ കെട്ടിയിടുകയാണ്. എന്നിട്ട് അവളോട് ഭാനുദേവി പറയുന്നുണ്ട്, മോളെ ഞാനിപ്പോ നിന്നോടൊരു കഥ പറയാം. കഥ കേൾക്കുന്നത് നിനക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. ആ കഥ കേട്ട് കഴിഞ്ഞ് നീ തീരുമാനിക്കുക നിന്റെ കുഞ്ഞിനെ നിനക്ക് ജീവനോട് വേണോ വേണ്ടയോ എന്നുള്ള കാര്യം. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ എന്റെ ഭർത്താവ് കജലയുടെ അനിയൻ അവനൊരു വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമത്തിൽ പോയിട്ട് ഒരു പെൺകുട്ടിയെ അവനിങ്ങോട്ടേ കൂട്ടിക്കൊണ്ടുവന്നാണ്. അവളുടെ പേര് സുനൈന എന്നാണ്. എന്തായാലും രണ്ട് കൈ നീട്ടി ഞങ്ങൾ രണ്ടുപേരും അവരെ സ്വീകരിച്ചു. എന്നാൽ പോകെയാണ് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായത്. എന്റെ ഭർത്താവിന്റെ അനിയൻ അവൻ കിട്ടിയ ആ ഒരു പെണ്ണ് സുനൈന അവളൊരു മന്ത്രവാദിയാണെന്ന്. അതെങ്ങനെയാ മനസ്സിലായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മോളോട് ഞാൻ പറഞ്ഞത് എനിക്ക് ഒരേ ഒരു മകൻ ഉണ്ട് എന്നല്ലേ. സത്യം പറഞ്ഞാൽ എനിക്ക് 4 മക്കളുണ്ടായിരുന്നു. മൂത്താള് കുറച്ച് വലുതും അതിന്റെ താഴെയുള്ള 3 പേര് ചെറിയ കുട്ടികളാണ്. മൂത്താൾ ഇതുപോലെ റാണിയെ വിവാഹം കഴിച്ച് അവളുടെ വയറ്റുന്ന ആ ഒരു കുഞ്ഞിനെ ഇല്ലാതായ സമയത്ത് അവൻ നാട് വിട്ടുപോയി, ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. പിന്നെ എനിക്ക് ഉണ്ടായിരുന്നത് ആ 3 ചെറിയ പിള്ളേരാണ്. എന്നാൽ സുനൈന ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം എന്റെ അടുത്തേക്ക് എന്റെ 3 പിള്ളേരും വരാതെയായി. എപ്പോ നോക്കിയാലും അവളുടെ പിന്നാലെ തന്നെ. എന്നിൽ നിന്നും എന്റെ കുഞ്ഞുങ്ങളെ വലിച്ചു കൊണ്ടുപോയതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ എത്രയൊക്കെ എന്നോട് കുട്ടികളെ അടുപ്പിക്കാൻ നോക്കിയാലും അടുക്കുന്നില്ലായിരുന്നു. അങ്ങനെ ഈ സുനൈന ഗർഭിണിയായി. എന്തായാലും അധികം വൈകാതെ അവൾക്കൊരു കുഞ്ഞുണ്ടാവുമല്ലോ, അപ്പോഴെങ്കിലും അവൾ എന്റെ കുഞ്ഞുങ്ങളെ വിടും, എന്റെ അടുത്തേക്ക് അയക്കും എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. എന്നാലും അവൾ ഗർഭിണിയായിട്ട് കൂടി എന്റെ കുഞ്ഞുങ്ങളെ 3 പേരെയും അവളുടേതായ ആ ഒരു വശതയിൽ അവൾ പിടിച്ചു വെച്ചുകയോ എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ കിട്ടാതെയായി. അങ്ങനെ ഭയങ്കര സങ്കടത്തിൽ ആ ഒരു കാര്യം ഞാൻ എന്റെ ഭർത്താവിന്റെ അനിയനോട് പറഞ്ഞു. എന്റെ ഭർത്താവിന്റെ അനിയൻ സുനൈനയോട്, അതായത് അവന്റെ ഭാര്യയോട് സംസാരിച്ചു. ഇങ്ങനൊന്നും ചെയ്യല്ലേ, ഇതൊക്കെ മഹാപാപാന്ന് പറഞ്ഞ് അവരുടെ ഇടയിൽ ഒരു വഴക്കുണ്ടായി. അവസാനം ഈ സുനൈന അവളുടെ ഭർത്താവിനെ തന്നെ ദേഷ്യം കൊണ്ട് കൊന്നു കളയാനുണ്ടായിരുന്നത്. ഈ വിവരം അറിഞ്ഞ് ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടേക്ക് ചെന്ന് നോക്കിയപ്പോ ഈ സ്ത്രീ, അതായത് സുനൈന ചെയ്ത കാര്യം എന്താ വെച്ചാൽ അവളുടെ വയറ്റിലുള്ള ആ ഒരു കുഞ്ഞ്, അതും വേണ്ട, ജീവനോടെ അവളുടെ വയറ് കയറി ആ ഒരു കുഞ്ഞിനെ അവൾ പുറത്തേക്ക് ഇട്ടു, അതിനെ കൊന്നു കളഞ്ഞു. എന്നിട്ട് അവിടെ ഒരു കിണർ നീ കണ്ടില്ലേ, അതിൽ ചാടി ഈ സുനൈന ആത്മഹത്യ ചെയ്തു. അതൊക്കെ പോട്ടെ, അവള് സ്വയം മരിച്ചു, അവളില്ലാതായി. പക്ഷെ എന്തിനാണ് അവളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നത് എന്റെ കുഞ്ഞുങ്ങളെയും അവൾ കൊന്നു കളഞ്ഞത്? എന്റെ 3 പിള്ളേരും അവളുടെ കൂടെ തന്നെ ആ ഒരു കിണറ്റിലേക്ക് ചാടി അവരും മരിച്ചുപോയി. 3 കുഞ്ഞുങ്ങൾ പോയ എന്റെ ആ ഒരു വേദന അത് എത്രയാണെന്ന് നിനക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് സാക്ഷി. അങ്ങനെ ആ ഒരു സംഭവത്തിന് ശേഷമാണ് എന്റെ മൂത്ത മകൻ രാജ്ബീറിന്റെ വിവാഹം ഞങ്ങൾ നടത്തുന്നത് ഈ റാണിയുമായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഒന്ന് മാറിപ്പോയതാട്ടോ. ഈ ഒരു സംഭവത്തിന് ശേഷമൊക്കെയാണ് ഈ ഭാനുദേവിയുടെ മൂത്ത മകൻ വിവാഹം കഴിക്കുന്നത് ഈ റാണിയെ. അങ്ങനെ വീണ്ടും ഈ ഒരു കുടുംബം സന്തോഷത്തിലാവുകയാണ്. അധികം വൈകാതെ റാണി പ്രഗ്നന്റ് ആയി. എന്നാൽ 8 മാസം കഴിഞ്ഞപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല അവൾ ആ ഒരു ചോളത്തോട്ടത്തിന്റെ ഉള്ളിലേക്ക് പോയി. ആരും അവളെ വശീകരിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുപോയതാണ്. കാല് തിഞ്ഞ് അവൾ താഴെ വീണ സമയത്ത് എന്റെ മരിച്ചുപോയ 3 പിള്ളേരെ റാണി കണ്ടു എന്നാ പറയുന്നത്. അങ്ങോട്ടേക്ക് തന്നെ ഒരു കത്തിയുമായിട്ട് ഈ സുനൈനയുടെ ആത്മാവും വന്നായിരുന്നു. ഒരു കത്തി കൊടുത്ത് അവളുടെ വയറ് കീറി ആ ഒരു കുഞ്ഞിനെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടി സുനൈന പറഞ്ഞു. അവളെ വശ്യതയും കൊണ്ട് അല്ലെങ്കിൽ വശീകരിച്ചുകൊണ്ട് റാണിയെ കൊണ്ട് സുനൈനയുടെ ആത്മാവ് അത് ചെയ്യിപ്പിച്ചു. അതോടുകൂടിയിട്ട് റാണിക്ക് പിന്നീട് ഒരു കാരണവശാലും കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. ഞങ്ങൾ
ഞങ്ങളുടെ കുടുംബത്തിന് ഒരു അനന്തരാവകാശി ഇല്ലാതെ തന്നെ ആയിപ്പോയി. സോ കുറെ കാലൊക്കെ ഞങ്ങൾ കാത്തിരുന്നു, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്റെ മകൻ രാജ്ബീറിനെ കൊണ്ട് വീണ്ടും വീണ്ടും ഒരു 2-3 വിവാഹങ്ങൾ ഞങ്ങൾ കഴിപ്പിച്ചു. പക്ഷേ ഈ കല്യാണം കഴിച്ച് സ്ത്രീകൾ 8 മാസം ആകുമ്പോഴേക്കും സുനൈന എങ്ങനെയെങ്കിലും അവരെ വശീകരിച്ചുകൊണ്ട് ആ തോട്ടത്തിലേക്ക് അവരെ കൊണ്ടുപോകും. മാത്രമല്ല വയറ്റിലുള്ള കുഞ്ഞിനെ നശിപ്പിക്കുകയും ചെയ്യും. ഇപ്പൊ എന്റെ മകൻ രാജ്ബീർ നഗരത്തിലാന്ന് പറഞ്ഞല്ലോ, അവൻ ഈ നാട്ടിലേക്ക് വരാൻ പേടിയാണ്. ഇപ്പൊ ഏതൊരു പെൺകുട്ടിയെ അവൻ വിവാഹം കഴിച്ചിട്ടുണ്ട്, അതിലൂടെയെങ്കിലും അവനൊരു കുഞ്ഞുണ്ടാവട്ടെ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്, അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹത്തിലാണ് അവൻ ആ ഒരു നഗരത്തിൽ തന്നെ നിൽക്കുന്നത്. ഇതേ സമയത്ത് തന്നെ ഭാനുദേവി സാക്ഷിയോട് ഒരു കാര്യം പറയാണ്. ഇപ്പൊ മോക്ക് തോന്നുന്നുണ്ടാവും, ഞാൻ എന്തിനാണ് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നിന്നോട് പറയുന്നതെന്ന്. ഇതൊന്നും നിന്നോട് പറയേണ്ട ഒരു ആവശ്യവുമില്ല. എന്നാൽ ഇതിനെല്ലാത്തിനും വ്യക്തമായിട്ടുള്ള ഒരു കാരണമുണ്ട്. അതായത് ഞങ്ങളുടെ പൂജാരി ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ വേണമെന്നില്ല, പുറത്തു നിന്നും ഏതെങ്കിലും ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീയെ ഈ വീട്ടിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് 8 മാസം ആവുന്ന സമയത്ത് ആ ഒരു പെണ്ണിനെ ഈ കരിമീൻ തോട്ടത്തിലേക്ക് വിട്ട് ഒരു കുഴപ്പമില്ലാതെ തിരിച്ചു വരികയാണെങ്കിൽ സുനൈനെ വെച്ച ആ ഒരു ശാപം അല്ലെങ്കിൽ ആ ഒരു കൂടോത്രം പൂർണ്ണമായിട്ടും ഇവരുടെ കുടുംബത്തിൽ നിന്ന് ഇല്ലാതാവും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് സാക്ഷിയെ കുറച്ച് ദിവസം കൂടെ ഇവിടെ നിർത്താനായിട്ട് കജലയും അതുപോലെ തന്നെ ഭാനുദേവിയും ഇങ്ങനെ ഒരു കാര്യം ചെയ്തു വെച്ചത്. മാത്രമല്ല സിറ്റിയിലുള്ള ഈ ഒരു ഭാനുദേവിയുടെ മകനുണ്ടല്ലോ രാജ്ബീർ, അവന്റെ ഭാര്യ പ്രസവിക്കാൻ ഇനി അധികം ദിവസമൊന്നുമില്ല, കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. അപ്പൊ ഒരു 3 ദിവസം സാക്ഷി ഇവിടെ നിന്ന് ഇവരുടെ കുടുംബത്തിലെ ആ ഒരു ശാപവും കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കുകയാണെങ്കിൽ അവളെയും അതുപോലെ തന്നെ ആ കുഞ്ഞിനെയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് ഒരു 3 ദിവസം കൂടെ മോൾ ഇവിടെ നിൽക്കണം. ഒരേ ഒരു കാര്യം നിന്നോട് പറയാനുള്ളൂ, സുനൈനയുടെ ആത്മാവ് വന്നിട്ട് പരമാവധി അവളുടെ ആ ഒരു പാട്ടിലൂടെ നിന്നെ വശീകരിക്കാൻ നോക്കും. ഒരു കാരണവശാലും ആ ഒരു പാട്ട് ഏറ്റു പാടാനോ അവളുടെ വശ്യതയിൽ നീ വീണു പോകാനോ പാടില്ല. അങ്ങനെയാണെങ്കിൽ നിനക്കും നിന്റെ കുഞ്ഞിന് നഷ്ടാവും. ദയവ് ചെയ്തിട്ട് ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി 3 ദിവസം നീ ഇവിടെ നിൽക്കണം. ഇത് പറഞ്ഞിട്ട് ഇപ്പൊ ഭാനുദേവി ഇവിടുന്ന് പോവാണ്. അവര് പോയി കഴിഞ്ഞ് ഉടനെ തന്നെ സാക്ഷിയുടെ മുന്നിൽ ആ സുനൈനയുടെ ആത്മാവ് വന്ന് ഒരു നിൽപ്പുണ്ട്. എന്നാൽ അവള് നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ. എന്തായാലും അവളുടെ ആ ഒരു വയറ്റിലേക്ക് കൈവെക്കാനായിട്ട് ഈ ആത്മാവ് വരുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് അത് അവിടുന്ന് പോവാണ്. പിറ്റേ ദിവസം രാവിലെ സാക്ഷി ഇപ്പൊ കണ്ണു തുറക്കാണ്. അവളുടെ കെട്ടും കാര്യങ്ങളൊക്കെ അവളായിട്ട് തന്നെ അഴിക്കുന്നുണ്ട്. പുറത്തു നോക്കുമ്പോൾ ആരെയും കാണാനില്ല. എന്നാൽ ആ 3 കുട്ടികളുടെ ആത്മാവിനെ ആ വീട്ടിന്റെ ഉള്ളിൽ അവൾ കാണുന്നുണ്ട്. ഇപ്പൊ സാക്ഷിയെ നോക്കിയിട്ട് ആ ഒരു പിള്ളേര് പറയണം, ചേച്ചിയുടെ വയറ്റില് ഒരു പെൺകുഞ്ഞാണല്ലേ, ഞങ്ങൾക്ക് 3 പേർക്കും ഒരു പെൺകുഞ്ഞിനെ കൂടെ വേണം കേട്ടോ, ചേച്ചി പേടിക്കുന്നു വേണ്ട, വാ നമുക്ക് ഒളിച്ചു കളിക്കാന്ന് പറഞ്ഞിട്ട് പിള്ളേര് ഇപ്പൊ സാക്ഷിയെ വിളിക്കണം. സാക്ഷി വിറച്ചു പോയി എന്ന് പറഞ്ഞാല് ഒരു കാരണവശാലും ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് നേരെ ആ ഒരു തോട്ടത്തിലേക്ക് അവൾ ഇറങ്ങുകയാണ്. എന്നാൽ ഈ വലിയ തോട്ടത്തിലൂടെ എങ്ങനെ പോകണം, എങ്ങോട്ടേക്ക് പോകണമെന്ന് സാക്ഷിക്ക് യാതൊരു ഐഡിയ ഇല്ല, വഴി അറിയില്ല. എന്നാൽ തോട്ടത്തിന്റെ പല ഭാഗത്തൂടെ സാക്ഷി പോകുന്ന സമയത്ത് ഈ മരിച്ചുപോയ സുനൈനയുടെ ആത്മാവ് ഒരു പ്രത്യേകതരം ഷാളല്ലിട്ടുകൊണ്ട് ഈ പിള്ളേരുടെ പിന്നാലെ അങ്ങനെ ഓടും. പിള്ളേരും ഒളിച്ചു കളിക്കുന്നത് പോലെ ആ തോട്ടത്തിന്റെ പല ഭാഗത്തൂടെ ഓടും. ഇവരെ കാണുന്ന സമയത്ത് സാക്ഷി ഭയന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോകും. എന്നാൽ എങ്ങോട്ടേക്ക് പോയാലും സുനൈനയുടെ ആത്മാവും അതുപോലെ തന്നെ ആ 3 പിള്ളേരുടെ ആത്മാവും അവളുടെ മുന്നിൽ തന്നെ. പിന്നീട് എങ്ങനെയൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അവസാനം കിണറിന്റെ മുന്നിൽ അവൾ വന്നു നിൽക്കുന്നുണ്ട്. ഇനി എന്താണാവോ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്ന ഒരു ഭയത്തിൽ അവൾ അവിടെ നിൽക്കുന്ന സമയത്ത് അവളുടെ പിന്നിലേക്ക് പതിയെ സുനൈനയുടെ ആ ഒരു ആത്മാവ് വരികയാണ്. എന്നാൽ പെട്ടെന്നെല്ലാം മാഞ്ഞു മറഞ്ഞുകൊണ്ട് ഈ കിണറിന്റെ ആ പടിയുണ്ടല്ലോ അതിന്റെ മുകളിൽ നിൽക്കുന്ന സുനൈനയുടെ ആത്മാവും ആ 3 പിള്ളേരെ ഇപ്പൊ സാക്ഷി കാണുന്നുണ്ട്. എല്ലാവരും ഇവിടെ ഒരുമിച്ച് ആ ഒരു കിണറ്റിലേക്ക് ചാടുകയാണ്. ഇത് കണ്ട് പേടിച്ചു പോയ സാക്ഷി വേഗം ചെന്നിട്ട് കിണറ്റിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒന്നും കാണാനില്ല. ഈ സമയത്താണ് ഭാനുദേവി പറഞ്ഞൊരു കാര്യം ഈ സാക്ഷിക്ക് ഓർമ്മ വരുന്നത്. നിന്റെ കണ്ണിൽ പല കാഴ്ചകളും കൺകെട്ടാണ്, ഓരോന്നിട്ട് തരും, അതിലൊന്നും നീ വിശ്വസിക്കാൻ പാടില്ല, അതിൽ നീ വീണ് പോകാനും പാടില്ല. അതായത് ഇപ്പൊ സാക്ഷി കണ്ട കാര്യങ്ങൾ അത് വേറൊരു ഇലൂഷൻ മാത്രമാണ്, ആ ആത്മാവ് അവൾക്ക് ഇട്ടുകൊടുത്ത ഇലൂഷൻ. അത് മനസ്സിലാക്കിയ സാക്ഷി വേഗം തന്നെ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. എന്നിട്ട് വീടിന്റെ മുകൾ ഭാഗത്തേക്ക് കയറിയിട്ട് ഏത് വഴിയെ പോകണം എന്നങ്ങനെ നോക്കുകയാണ് കേട്ടോ. എന്നാൽ എങ്ങോട്ടേക്ക് നോക്കിയാലും വിശാലമായിട്ട് കിടക്കുന്ന കരിമന്തോട്ടല്ലാതെ വേറൊന്നും അവൾ കാണുന്നില്ല. പിന്നീട് എങ്ങനെയൊക്കെയോ താഴേക്ക് ഇറങ്ങി വന്ന് രണ്ടും കൽപ്പിച്ച് അവൾ മുന്നോട്ടേക്ക് കുറെ ദൂരം പോയപ്പോൾ ഇവർ ആദ്യമായിട്ട് ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് ഒരു പാവയെ കണ്ടായിരുന്നല്ലോ, ഒരു നോക്കുകുത്തി. ആ നോക്കുകുത്തിയുടെ അരികിലേക്ക് സാക്ഷി എത്തുന്നുണ്ട്. എന്തായാലും ഇവിടുന്ന് വീണ്ടും അവൾ ഓടുകയാണ്. എന്നാൽ ഓടിയിട്ട് വീണ്ടും ഇതേ സ്ഥലത്തേക്ക് ഈ നോക്കുകുത്തി ഉണ്ടല്ലോ ഇതിന്റെ അടുത്തേക്ക് എത്തുക എന്നല്ലാതെ അവൾക്ക് ഇവിടുന്ന് പോകാൻ കഴിയുന്നില്ല. നേരാണെങ്കിൽ ഇരുട്ടി വരികയാണ്. ഇരുട്ടായപ്പോൾ വല്ലാതെ പേടിയായി. അതുകൊണ്ട് തന്നെ അവൾ തിരിച്ചു പോവാണ്. ആ ഒരു വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ വീട്ടിലേക്ക് എത്തി അവളുടെ പിന്നിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അതായത് ആ ഒരു ആത്മാവ് കണ്ടിന്യൂസ് ആയിട്ട് അവളെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വീടിന്റെ പിറകെ ഭാഗത്തായിട്ട്, അതായത് ഈ കജലയുടെ അനിയനും അതുപോലെ തന്നെ ഭാര്യയും താമസിച്ച ഒരു ഏരിയ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവിടെ പോയിട്ട് ഇപ്പൊ സാക്ഷി വിളിക്കുകയാണ്. ആ റൂമിൽ സാക്ഷി നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്കും സുനൈനയുടെ ആ ആത്മാവ് വന്ന് അവളെ വല്ലാതെ പേടിപ്പിക്കുകയാണ്. പല ഇലൂഷൻസും അവളുടെ മുന്നിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് സുനൈന അവൾ കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്നല്ലേ ഭാനുദേവി പറഞ്ഞത്. എന്നാൽ ഭാനുദേവിയും ബാക്കിയുള്ള എല്ലാവരും കൂടിയിട്ട് ഈ സുനൈനയെ ഈ റൂമിൽ വെച്ച് കത്തിച്ചതുപോലെ, പച്ചയ്ക്ക് പെട്രോൾ ഒഴിച്ച് കത്തിച്ചതുപോലെയുള്ള ഒരു വിഷ്വലാണ് ഇപ്പൊ സാക്ഷിക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ഇത് സത്യമാണോ അല്ലെങ്കിൽ ഈ ആത്മാവിന്റെ മറ്റെന്തെങ്കിലും ഒരു പരിപാടിയാണോ, ഇതൊന്നും അറിയാതെ സാക്ഷി വല്ലാത്തൊരു ഭയത്തിൽ എന്തൊക്കെ ചെയ്താലും ഈ വീട്ടിൽ നിൽക്കുന്നതിനെക്കാട്ടി നല്ലത് കരിമീൻ തോട്ടത്തേക്ക് പോകുന്നതെന്ന് പറഞ്ഞിട്ട് അവൾ വീണ്ടും ആ തോട്ടത്തിലേക്ക് രാത്രിയിൽ തന്നെ ഇറങ്ങി ഓടുന്നുണ്ട്. പക്ഷെ അതിന് മുന്നേ ആയിട്ട് അവളൊരു തുണിക്കഷ്ണം എടുത്തിട്ട് ഈ തോട്ടം അതിന്റെ ആ ഒരു വഴികൾ ഏകദേശം ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് അതിന്റെ ഒരു മാപ്പ് അവൾ തയ്യാറാക്കുന്നുണ്ട്. അത് വെച്ച് രക്ഷപ്പെടാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല. അങ്ങനെ തളർന്ന് വീണ് അവൾ ആ ഒരു തോട്ടത്തിന്റെ എവിടെയോ
വെച്ച് ഉറങ്ങി പോകുന്നുണ്ട് കേട്ടോ. പിറ്റേ ദിവസം രാവിലെയായി. വിശന്ന് വലഞ്ഞതുകൊണ്ട് തന്നെ സാക്ഷി വീണ്ടും ഇതേ വീട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. കയ്യിൽ കിട്ടിയ എന്തൊക്കെയോ എടുത്ത് കഴിക്കുന്നുണ്ട്. പിന്നീടാണ് അവൾ ഇങ്ങനെ ചിന്തിക്കുന്നത്, അതായത് ഈ കാണുന്ന കാഴ്ചകൾ ഒരു പരിധി വരെ എല്ലാം കൺകെട്ടാണ്. ആ ഒരു ആത്മാവ് അല്ലെങ്കിൽ ആ ഒരു മന്ത്രവാദിയുടെ ആത്മാവ് കാണിക്കുന്ന, സുനേനയുടെ ആത്മാവ് കാണിക്കുന്ന ഒരു കൺകെട്ട്, സംതിങ് ഇതിന്റെ എല്ലാം പിന്നിലായിട്ട് മറ്റെന്തെങ്കിലും ഉണ്ടാവും. എനിക്ക് രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും ഒരു ചെറിയൊരു വഴി. ആ ഒരു വഴി തേടി ഇപ്പൊ സാക്ഷി പോവുകയാണ്. എന്നാൽ ഇപ്പോഴും അവളുടെ മുന്നിൽ ആ കൺകെട്ടുമായിട്ട് സുനേനയുടെ ആത്മാവും ആ ഒരു 3 പിള്ളേരും അങ്ങനെ നടക്കുന്നുണ്ട്. ഇത്തവണ അത് കണ്ട് പേടിച്ച് പിന്തിരിയാതെ സാക്ഷി പതിയെ അതിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. സുനൈന അവളുടെ മുന്നിൽ ആ ഒരു 3 പിള്ളേര് അവരങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പൊ സുനൈന സാക്ഷിയെ നോക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ചിരിക്കുകയാണ്. അവളെ പേടിപ്പെടുത്താൻ ഒന്നിനും നിൽക്കുന്നില്ല. ഇപ്പൊ ഈ 3 പിള്ളേരും സുനൈനയെ നോക്കിയിട്ട്, ആന്റിയുടെ വയറ്റില് ഒരു പെൺകുഞ്ഞാണല്ലേ, ഞങ്ങൾക്ക് പെൺകുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഈ പിള്ളേര് പറയുന്നതിലൂടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. സുനൈന ഗർഭിണിയായിരുന്നു, എന്നാൽ അവളുടെ വയറ്റിൽ ഒരു പെൺകുഞ്ഞും കൂടിയായിരുന്നു. ആ ജനിക്കാൻ പോകുന്ന പെൺകുഞ്ഞിനെ രക്ഷപ്പെടുത്താനായിട്ട് സുനൈന എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അതായത് ഇതൊരു ഉൾഗ്രാമ പ്രദേശമാണല്ലോ. പഴയ ഒരുപാട് വിശ്വാസങ്ങളും ദുരാചാരങ്ങളും എല്ലാം ഉണ്ടായിരുന്ന, ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു ഗ്രാമം തന്നെയാണ്. ഈ നാട്ടിൽ ഒരു പെൺകുട്ടിയെ പ്രസവിക്കുക, അതിനെ പോറ്റുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്താ മനുഷ്യന്മാർ ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന് അറിയില്ല. ബുദ്ധിയില്ലായ്മയുടെ ഏറ്റവും അങ്ങേയറ്റെന്ന് പറയാം. അപ്പൊ ആ ഒരു ചിന്താഗതി അത് നല്ലോണം ഉള്ള ആളാണ് ഈ ഭാനുദേവി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സുനൈനയുടെ വയറ്റുള്ള ആ ഒരു കുഞ്ഞ് അത് പെൺകുഞ്ഞാന്ന് അറിഞ്ഞപ്പോ തന്നെ ഭാനുദേവിക്ക് ചൊറിച്ചിൽ തുടങ്ങി. എങ്ങനെയെങ്കിലും ആ ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കണം. അതിന് നോക്കലും പോറ്റലും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ തന്റെ ഭർത്താവിന്റെ അനിയനോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മൂട്ടി 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 അവസാനം അവനും തീരുമാനിച്ചു, അതൊരു പെൺകുഞ്ഞാണെങ്കിൽ എനിക്കതിനെ വേണ്ട. എന്നാൽ സുനൈനയോട് അതിനെ ഇല്ലാതാക്കാൻ പറഞ്ഞപ്പോ ഒരമ്മയല്ലേ, ആ പെണ്ണിന് അത് സഹിക്കാൻ പറ്റുമോ? അവൾ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു. അതുകൊണ്ടൊരു വടിയെടുത്ത് സുനൈനയെ അവളുടെ ഭർത്താവും പോരിട്ട് തല്ലാൻ തുടങ്ങുകയാണ്. അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ സുനൈന ആന്റിക്ക് വേണ്ടിയിട്ട് ആ ഒരു 3 പിള്ളേരും ഒരു ചെറിയ കത്തി കൊടുക്കുകയാണ്. ആന്റി എങ്ങനെയെങ്കിലും നിങ്ങൾ ഇത് ഉപയോഗിച്ച് രക്ഷപ്പെടുന്നു പറഞ്ഞിട്ട്. എന്നാൽ ആ ഒരു ഭയം കാരണം സുനൈന കത്തി കയ്യിൽ മേടിച്ചു. പിന്നീട് ഉണ്ടായിരുന്ന ആ ഒരു ഉന്തും തള്ളലും എങ്ങനെയൊക്കെയോ ആ ഒരു കത്തി ഇയാളുടെ ദേഹത്തേക്ക് കയറിപ്പോയി. ഇയാൾ അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്തു. അതായത് സുനൈനയല്ല അവളുടെ ഭർത്താവിനെ കൊന്നുകളഞ്ഞത്. എന്നാൽ അത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വന്ന ഭാനുദേവി, സ്വന്തം ഭർത്താവിനെ തന്നെ നീ കൊന്നുകളഞ്ഞല്ലേ, നോക്കിക്കോ എല്ലാവരോടും ഞാൻ ഇത് പറയുന്നു പറഞ്ഞിട്ട് ഭാനുദേവി അവിടെ ഓടുകയാണ്. ഇത് കണ്ടപ്പോ സുനൈന നിലവിളിച്ച് പറയുന്നുണ്ട്, ഞാൻ എല്ലാം കൊന്നത് അതൊരു അപകടം മാത്രമായിരുന്നു. എന്നാൽ ഇതൊന്നും കേൾക്കാതെ ഭാനുദേവി അവിടെ ഓടി പോവാണ്. ഇതേ സമയത്ത് തന്നെ ഈ സുനൈനയുടെ വയർ അവളുടെ കയ്യിലുണ്ടായിരുന്ന കത്തി വെച്ച് തന്നെ കയറി പോവാണ്. അതിന്റെ കൂടെ ഈ ഒരു ഭാനുദേവിയുടെ മൂത്ത മകനായിട്ടുള്ള രാജ്ബീർ വിവാഹം കഴിച്ച വേറെയും 2-3 പെൺകുട്ടികളുണ്ടല്ലോ, അവരും അവിടെ വന്ന് കാണുകയാണ്. അതായത് അവരവിടെ ഉള്ളതുപോലെ നമ്മുടെ സാക്ഷിക്ക് ഈ കാണുന്നതൊക്കെ സാക്ഷിക്ക് ഒരു ഇലൂഷൻ പോലെ സുനൈന കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. റിയൽ ആയിട്ട് അവളുടെ കൺമുന്നിൽ നടക്കുന്നതല്ലേ, കഴിഞ്ഞു പോയ കാര്യങ്ങൾ അത് അതുപോലെ സാക്ഷിക്ക് സുനൈന കാണിച്ചു കൊടുക്കുകയാണ്. മാത്രമല്ല ഒരു കത്തി എടുത്തുകൊണ്ട് സുനൈന ആ കത്തി നേരെ സാക്ഷിക്ക് നേരെ നീട്ടാണ്. എന്നിട്ട് അവളുടെ വയറും ഇതുപോലെ കീറാൻ വേണ്ടി പറയുന്നുണ്ട്. ഒരിക്കലും അത് ചെയ്യില്ല എന്ന് സാക്ഷി ഇപ്പൊ പറയാണ്. എന്നാൽ അല്പനേരം കൊണ്ട് അവൾക്കൊരു കാര്യം മനസ്സിലായി, അത് വെറൊരു ഇലൂഷനാണ്, തോന്നലാണ്. വേഗം ആ ഒരു വീട്ടിലേക്ക് അവൾ തിരിച്ചു ഓടുന്നുണ്ട്. ഭയത്തിൽ ആ ഒരു കട്ടിൽ അങ്ങനെ കിടക്കുമ്പോൾ വീണ്ടും ഈ സുനൈനയെ റൂമിൽ വെച്ച് കത്തിച്ച ആ ഒരു കാര്യം അവൾ കാണുകയാണ്. എന്നാൽ ഇത് വെറൊരു ഇലൂഷനാണ്. ആ ഇലൂഷന്റെ പിറകാലെ പോകേണ്ട ആവശ്യമില്ല, എന്നാൽ അത് റിയൽ ആയിട്ട് നടക്കുകയാണ്. എന്നാൽ ഒരു തോന്നല് സാക്ഷി വീണ്ടും അവളെ രക്ഷപ്പെടുത്താൻ പോകുന്നുണ്ട് കേട്ടോ. എന്നാൽ അവിടെ അങ്ങനെയൊന്നും നടക്കുന്നില്ല. ഇപ്പൊ എങ്ങനെയോ സാക്ഷി അവിടെ വീണ് പോകുന്നുണ്ട്. അവൾ നോക്കുമ്പോൾ അവളുടെ വയറിലും ഇതുപോലെ തീ പിടിച്ച് കരിയൂല അതുപോലെ ആയി വരുന്നുണ്ട്. ആ ഒരു പേടിയിലും ഭയത്തിലും അവളുടെ ഉള്ളിൽ നിന്നും ആ ഒരു കുഞ്ഞ് പുറത്തേക്ക് വരികയാണ്. പുറത്തേക്ക് വന്ന ആ ഒരു കുഞ്ഞിന് അവിടെ തന്നെ ഉണ്ടായിരുന്ന ആ ഒരു 3 കുട്ടികളുടെ ആത്മാവുണ്ടല്ലോ, അത് വന്നെടുക്കുകയാണ്. അതിന്റെ തൊട്ടടുത്ത് തന്നെ സുനൈനയുടെ ആത്മാവ് ഉണ്ടായിരുന്നു. ആ രാത്രിയിൽ പിന്നീട് എന്ത് സംഭവിച്ചെന്ന് സാക്ഷിക്ക് വ്യക്തമായിട്ടൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. സൂര്യപ്രകാശം വരാൻ തുടങ്ങി. അതായത് നേരം വെളുത്തിട്ടുണ്ട്. ഇപ്പൊ സാക്ഷി നോക്കുമ്പോൾ അവളുടെ ആ ഒരു കുഞ്ഞിനെ അവിടെ കാണാനില്ല. നിലവിളിച്ചുകൊണ്ട് ആ ഒരു കരിമീൻ തോട്ടത്തിലൂടെ അവൾ ഓടുന്ന സമയത്ത് ഭാനുദേവി ഇപ്പോ ഈ സാക്ഷിയെ പിടിച്ചു വെക്കാൻ നോക്കുകയാണ്. അവരിപ്പോ ഉള്ളത് ആ ഒരു കിണറ്റിന്റെ ഭാഗത്താണ് കേട്ടോ. അവിടെ തന്നെ ഈ ഭാനുദേവിയുടെ മൂത്ത മകനായിട്ടുള്ള രാജ്ബീറും ഉണ്ടായിരുന്നു. രാജ്ബീർ ആണെങ്കിലും ഇപ്പൊ ജനിച്ച ആ ഒരു പെൺകുട്ടിയെ ആ ഒരു കിണറ്റിലേക്ക് ഒരേറ്റ ഏറ് കൊടുക്കുകയാണ്. ഇതേ സമയത്ത് നിലവിളിച്ച സാക്ഷി ഭാനുദേവിയെ തള്ളിയിട്ടുകൊണ്ട് ഓടിച്ചെന്ന് ആ ഒരു കിണറ്റിലേക്ക് നോക്കിയപ്പോ ഒന്നല്ല 1000 കുഞ്ഞുങ്ങളെ ആ കിണറ്റിലേക്ക് ഈ നാട്ടിലുള്ളവർ എറിഞ്ഞ് കൊന്നിട്ടുണ്ട്. വെറും കുട്ടികളല്ല, പെൺകുട്ടികൾ. എന്നാൽ പെട്ടെന്ന് ആ ഒരു ഇലൂഷനിൽ നിന്നും സാക്ഷി ഇപ്പൊ പുറത്തേക്ക് വരികയാണ്. നോക്കുമ്പോൾ അവൾ പ്രസവിച്ചിട്ടുമില്ല. ഇത്രയും നേരം അവൾ കണ്ട കാര്യങ്ങൾ അതൊന്നും നടന്നിട്ടുമില്ല. അവൾ ഇപ്പോഴും ഗർഭിണി തന്നെയാണ്. അവളുടെ വയറ്റിൽ ആ ഒരു കുഞ്ഞ് ഇപ്പോഴും ഉണ്ട്. എന്നാൽ ഈ ഒരു കാഴ്ച കഴിഞ്ഞപ്പോൾ അടുത്ത കാഴ്ച അത് വീണ്ടും വരികയാണ്. അവളുടെ തൊട്ട് മുന്നിലേക്ക് ആ ഒരു 3 പിള്ളേര് വന്ന് നിൽക്കുകയാണ്. അവർ 3 പേരും ഒരു ഭാഗത്തേക്ക് കൈ ചൂണ്ടി നിൽക്കുമ്പോൾ സുനൈനയുടെ ആത്മാവ് അങ്ങോട്ടേക്ക് വരികയാണ്. എന്നാൽ ഇത്തവണ നല്ല വേഷത്തിൽ വന്ന് അവളുടെ രൂപം വല്ലാത്തൊരു ഘോരമായ രീതിയിൽ മാറുകയാണ്. അതായത് കത്തിച്ചു കളഞ്ഞപ്പോൾ അവളുടെ രൂപം എങ്ങനെയായിരുന്നു ആ രീതിയിലേക്ക് വന്ന സുനൈന അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കത്തി കൊണ്ട് ഇപ്പൊ സാക്ഷിയുടെ വയറ് കീറാൻ വേണ്ടി പറയണം. ഒരു കാരണവശാലും അത് ചെയ്യില്ല എന്ന് സാക്ഷി മനസ്സുകൊണ്ട് ഉറപ്പിച്ചു. എന്നാൽ അവൾ പോലും അറിയാതെ ആ ഒരു കത്തി അവൾ മേടിക്കുകയാണ്. അവളുടെ വയറ്റത്ത് വെച്ച് അതിങ്ങനെ കീറാൻ നോക്കുകയാണ്. പക്ഷേ എന്ത് സംഭവിച്ചു എന്ന് പിന്നീട് അവിടെ കാണിക്കുന്നില്ല. ഇതിനുശേഷം ആ വീട്ടിൽ ഒരു കുഴപ്പമില്ലാതിരിക്കുന്ന സാക്ഷിയെ കാണിക്കുകയാണ്. അങ്ങോട്ടേക്ക് ഇപ്പോൾ ഭാനുദേവിയും വരുന്നുണ്ട്. കുഞ്ഞ് പ്രസവിച്ചു, അതിന് കുഴപ്പമൊന്നുമില്ല എന്ന് ഭാനുദേവിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഭാനുദേവി ഇപ്പൊ സാക്ഷിയെ കെട്ടിപ്പിടിച്ചിട്ട്, മോളെ നിന്നോട് എത്ര നന്ദി
പറഞ്ഞാലും മതിയാവില്ല, കാരണം ഞങ്ങളുടെ കുടുംബത്തിലെ ഈ ഒരു ശാപം അതില്ലാതാക്കിയത് മോളെ ഒരാൾ കാരണം മാത്രമാണ്. അങ്ങനെ ഭയങ്കരമായിട്ട് ഭാനുദേവി ഇപ്പൊ സാക്ഷിയോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അങ്ങോട്ടേക്ക് ഭാനുദേവിയുടെ ഹസ്ബൻഡ് അതായത് കജല് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സാക്ഷിയുടെ ഭർത്താവ് ഹേമന്ത് വരികയാണ്. ഹേമന്ത് വന്ന പാടിനെ പറയാണ്, സാക്ഷി ഒരു നിമിഷം പോലും ഇനി ഇവിടെ നിൽക്കണ്ട, വാ നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് സാക്ഷിയെ കൊണ്ടുപോകാൻ നോക്കുമ്പോൾ അവള് വരുന്നില്ല. ഇവിടെ എന്താ നടന്നതെന്ന് പൂർണ്ണമായിട്ടും എനിക്ക് മനസ്സിലായി. സുനൈനയുടെ ആ ആത്മാവ് പൂർണ്ണമായിട്ട് എനിക്കെല്ലാം കാണിച്ചു തന്നു. ശരിക്കും കുറച്ചു നേരം മുന്നേ എന്താ സംഭവിച്ചത്? സുനൈനയുടെ ആത്മാവ് വന്നിട്ട് സാക്ഷിയുടെ വയറ് അവൾ കീറാൻ നോക്കിയല്ലോ. എന്നാൽ മനസ്സിന്റെ ശക്തി കൊണ്ട് സാക്ഷി ആ ഒരു കത്തി ഇറക്കി പിടിച്ചിട്ട് സുനൈനയുടെ ആത്മാവിനെ നോക്കിയിട്ട് പറയാണ്, നിങ്ങൾ അനുഭവിച്ച അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിടേണ്ടി വന്ന ആ ഒരു അനീതികേട്, ഒരമ്മയുടെ ആ ഒരു വേദന അതെന്താണെന്ന് ഈ ലോകത്തോട് ഞാൻ വിളിച്ചു പറയും. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഞാൻ നീതി മേടിച്ചു തരും. ഇത് എന്റെ വാക്കാണ്, എന്റേതല്ല, ഞാൻ എന്ന അമ്മയുടെ വാക്കാണ്. സാക്ഷി കരഞ്ഞുകൊണ്ട് ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴേക്കും ആ 3 പിള്ളേരുടെ ആത്മാവും അതുപോലെ തന്നെ സുനൈനയുടെ ആത്മാവും അവിടുന്ന് പോവുകയാണ്. അങ്ങനെ അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും സാക്ഷി എല്ലാവരോടും പറയണം. മാത്രമല്ല ഇവിടെ എന്താ നടന്നതെന്ന് വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായി. സുനൈന അവൾ കിണറ്റിൽ ചാടി മരിച്ചതല്ല, നിങ്ങളുടെ മൂത്ത മകനുണ്ടല്ലോ രാജ്ബീർ, അവനെ കൊണ്ട് അവളുടെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊന്നതാണ്. പിന്നെ സുനൈനയുടെ ഹസ്ബൻഡ് അയാൾ മരിച്ചത് ഒരു അപകടത്തിലാണ്, അല്ലാതെ അവൾ കൊന്നതല്ല. അതിനേക്കാൾ ക്രൂരമായ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അതെന്താണെന്നറിയോ? ഒരുപാട് തല്ലി അവളെ നിങ്ങൾ കത്തിച്ചു കളഞ്ഞല്ലോ. അപ്പോഴും പൂർണ്ണമായിട്ടും സുനൈന മരിച്ചിട്ടില്ലായിരുന്നു. അവൾ അവളുടെ ആ ഒരു പെൺകുഞ്ഞിനെ ആ ഒരു അവസ്ഥയിൽ പ്രസവിച്ചു. എന്നാൽ അതൊരു പെൺകുഞ്ഞായതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു മകൻ രാജ്ബീർ ആ ഒരു കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് കിണറ്റിലേക്ക് എറിഞ്ഞ് കൊന്നുകളഞ്ഞു. അത് സഹിക്കാൻ കഴിയാതെ വെന്തുരുകിയ ആ ഒരു ശരീരവുമായിട്ട് അതേ കിണറ്റിലേക്ക് തന്നെ പോയിട്ട് ആ വേദന കൊണ്ടാണ് സുനൈന അതിലേക്ക് ചാടി മരിച്ചു കളഞ്ഞത്. ഇപ്പൊ ഭാനുദേവി ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ എന്റെ 3 ചെറിയ പിള്ളേരോ, അവരെന്തിനാണ് അവൾ കൊന്നുകളഞ്ഞത്? ഇപ്പൊ സാക്ഷി അതിനും ഒരു ഉത്തരം കൊടുക്കുകയാണ്. സുനൈന അങ്ങനെ വീണ സമയത്ത് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ 3 പിള്ളേര് അവരുടെ പിന്നാലെ ചാടിയെന്നേ ഉള്ളൂ. അല്ലാതെ വശീകരിച്ച് ആ പിള്ളേരെ അങ്ങോട്ടേക്ക് ചാടിച്ചതൊന്നുമല്ല. ഈ സുനൈനയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കുട്ടികൾ ചാടിയത്. അത് ആ കുഞ്ഞുങ്ങൾക്ക് സുനൈനയോടുള്ള ആ ഒരു സ്നേഹം കാരണം മാത്രമാണ്. അല്ലാതെ നിങ്ങൾ പറയുന്ന വശ്യം കൊണ്ടോ മന്ത്രവാദം കൊണ്ടോ ഒന്നുമല്ല. അത് പ്യൂർ ആയിട്ടുള്ള മനസ്സ് തട്ടിയ സ്നേഹം ആ പിള്ളേർക്കും സുനൈനയ്ക്ക് ഉണ്ടായത് കൊണ്ടൊക്കെയാ. വീണ്ടും ഭാനുദേവി വേറെയും ചില കാര്യങ്ങൾ ചോദിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ മകന്റെ ബാക്കിയുള്ള 3 ഭാര്യമാരുടെ കുഞ്ഞുങ്ങളെ അവൾ ഇതിനെ ഇല്ലാതാക്കിയത്? ഇപ്പൊ സാക്ഷി അതിനും മറുപടി കൊടുക്കുകയാണ്. ശരിക്കും സുനൈനയ്ക്ക് ആ ഒരു കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കണം എന്നുണ്ടായിരുന്നില്ല. എന്താണ് അവൾ അനുഭവിച്ചത് ആ ഒരു കാര്യം അവർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് മാത്രമേ സുനൈന ഉദ്ദേശിച്ചുള്ളൂ. പക്ഷേ ഭയം കാരണം പിന്നീട് എന്തൊക്കെയോ സാഹചര്യം കാരണം അവര് തന്നെ സ്വന്തം അതൊക്കെ ചെയ്തു പോയതാണ്. അതെല്ലാം അവിടെ നിൽക്കട്ടെ. ഇതെല്ലാത്തിന്റെയും ആരംഭം അതെന്താണ്? നിങ്ങളുടെ വൃത്തികെട്ട ചിന്താഗതി. ഒരു പെൺകുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ അതിന് നോക്കാൻ പറ്റാത്ത നിങ്ങളുടെ ഒരു മെന്റാലിറ്റി. ഇപ്പൊ ആ ഒരു ഡ്രൈവർ കജലെ നോക്കിയിട്ട് പറയാണ്, എടാ നിന്നെ പ്രസവിച്ചതും ഒരു അമ്മയല്ലേ, അതൊരു സ്ത്രീയല്ലേ, ആ സ്ത്രീ ഇല്ലെങ്കിൽ നീ ഉണ്ടാവുമായിരുന്നോ? പിന്നീട് ഭാനുദേവി നോക്കിയിട്ട്, നിങ്ങൾ ഒരു സ്ത്രീയല്ല മനുഷ്യത്തി, എങ്ങനെ ചെയ്യാൻ തോന്നുന്നു നിങ്ങൾക്ക് ഇതൊക്കെ? ഈ വലിയ മഹാഭാവത്തിന് അനുഭവിച്ചിട്ടേ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഭൂമിയിൽ നിന്ന് പോകാൻ പറ്റുള്ളൂ. ഇതെല്ലാം സാക്ഷിയുടെ കൂടെ തന്നെ ഹേമന്തും കേട്ട് നിൽക്കുന്നുണ്ടല്ലോ. ഹേമന്ത് പറയണ, സാക്ഷി ഇനി ഇവിടെ നിൽക്കണ്ട, വാ നമുക്ക് പോകാൻ പറഞ്ഞിട്ട് അവളെ പിടിച്ച് വലിച്ച് കൊണ്ടുപോകാൻ നോക്കുമ്പോൾ സാക്ഷി പറയണ, വിടറ എന്റെ കയ്യെ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി എനിക്ക് നിന്റെ കാര്യം മനസ്സിലാവില്ല എന്നാണോ? ഈ ഭാനുദേവിയുടെ മൂത്ത മകൻ രാജ്ബീർ അത് മറ്റാരുമല്ല, അത് നീ തന്നെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയടാ. അതായത് ഭാനുദേവി ഒരു വട്ടം സാക്ഷിയോട് പറഞ്ഞായിരുന്നല്ലോ, ഇവരുടെ മൂത്ത മകൻ നാട്ടിലില്ല, സിറ്റിയിലാണ്, അവിടെ ഒരു വിവാഹം കഴിച്ച് ആ ഒരു പെൺകുട്ടിയുടെ കൂടെയാണ് അവളിപ്പോ ഗർഭിണിയാണൊക്കെ. അത് മറ്റാരുമല്ല, നമ്മുടെ ഈ ഒരു സാക്ഷി തന്നെയാണ്. ഭാനുദേവിയുടെ പെൺകുഞ്ഞിനെ കണ്ടുകൂടാത്ത ആ പ്രാന്തനായിട്ടുള്ള മൂത്ത മകൻ രാജ്ബീർ അത് മറ്റാരുമല്ല, ഹേമന്ത് തന്നെയാണ്. പിന്നെ ഈ ഒരു ഹേമന്തിനെ നോക്കിയിട്ട് ഈ സാക്ഷി പറയാണ്, എടാ എനിക്ക് ജനിക്കാൻ പോകുന്നത് ഒരു പെൺകുഞ്ഞാണ്, ഉറപ്പായിട്ടും ഞാൻ അതിനെ പ്രസവിക്കും, ഞാൻ അതിനെ വളർത്തും, നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നീ ചെയ്യടാ. ആ കുഞ്ഞിനെ ഇല്ലാതാക്കാനല്ലേ നിങ്ങൾ എല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? നടക്കൂല മോനെ, ആ കുഞ്ഞിനെ ഞാൻ പ്രസവിക്കും, വളർത്തു തന്നെ ചെയ്യും. ഇതും പറഞ്ഞ് സാക്ഷി അവിടുന്ന് പോവാണ്. എന്നാൽ അവളെ ജീവനോട് വിട്ടാൽ ഇനി ശരിയാവില്ലല്ലോ. അതുകൊണ്ട് ഹേമന്ത് അല്ല, അതവന്റെ കള്ളപ്പേരാണ് രാജ്ബീർ. അവളുടെ പിന്നാലെ ചെന്ന് അവളെ കൊല്ലാൻ നോക്കുമ്പോൾ അപ്പോഴേക്കും റാണി ഉണ്ടല്ലോ ഓടി വന്ന് കയ്യിലുണ്ടായിരുന്ന ഒരു കത്തി വെച്ചിട്ട് ഇവനെ വെട്ടി അങ്ങ് ഇടുകയാണ്. എന്നാൽ ആ ഒരു കാര്യം ഒന്ന് തിരിഞ്ഞു നോക്കുപോലും ചെയ്യാതെ ഇവിടുന്ന് സാക്ഷി പോവാണ് കേട്ടോ. എന്തായാലും ഈ ഒരു കഥയ്ക്ക് ഈ ഒരു കാലഘട്ടത്തിൽ പ്രസക്തി ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. നമ്മുടെ നാട്ടിലൊന്നും എന്തായാലും ഇങ്ങനെ ഒരു കാര്യമൊന്നും നടക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പെൺകുഞ്ഞായാലും ആൺകുഞ്ഞായാലും രണ്ടായാലും എന്തായാലും കൈ നീടി സ്വീകരിക്കുന്ന ഒരു മെന്റാലിറ്റി തന്നെയാണ് ഇപ്പോൾ ഉള്ള നമ്മുടെ നാട്ടുകാർക്കുള്ളത്. ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് ഇതുപോലെയുള്ള വൃത്തികെട്ട എന്താ പറയാ തലതിരിഞ്ഞു പോയ കുറെ എണ്ണം ഉണ്ടാവും, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോഴും ബലി കഴിപ്പിക്കുന്ന ടീംസ് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ അല്ലെ. ചിലപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരും ഉണ്ടാവാം. എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് സിനിമ ഇവിടെ തീരുന്നത്. കഥ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.